കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ ആണല്ലോ? ഓക്കെ. പിന്നെ എന്തെങ്കിലും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട്? നമ്മള് കഴിഞ്ഞ പ്രാവശ്യം മിക്സഡ് കോമ്പോസിറ്റ് സപ്ലൈ വരെയൊക്കെ അല്ലേ പറഞ്ഞത്? സപ്ലൈ അല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പിന്നെ അതിലെന്തെങ്കിലും സംശയം ഉണ്ടോ ഡിജിന? ഇല്ല സർ. ക്ലിയർ ആണോ? ഞാൻ അതിന്റെ നോട്ട്സ് അയച്ചുതരാം കേട്ടോ. നാളത്തേക്കായിട്ടൊന്ന് നോട്ട്സ് ഞാൻ അയച്ചുതരാം. അതിന്റെ ഇടയ്ക്ക് ഉണ്ടത് ഞാൻ അതിന്റെ നോട്ട്സ് അയച്ചുതരാം. ഒരു 10-50 പേജ് ഉണ്ടാകും. പിന്നെ അതൊന്ന് നോക്കണം. പിന്നെ വേർഡാണ്. പറ്റുമോ ഒന്ന് പ്രിന്റ് ഔട്ടോ പിന്നെ അതായിട്ട് എടുത്ത് വെക്കുക. ഓക്കെ, ഇതിന്റെ നോട്ട്സ് കംപ്ലീറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നമ്മള് പിന്നെ പൃഥ്വിൻ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? എനിക്കെന്തെങ്കിലും സംശയം ഉണ്ടോ? മിക്സഡ് കോമ്പോസിറ്റ് സപ്ലൈ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല സാർ, കുഴപ്പമില്ല. ക്ലിയർ ആണല്ലോ അല്ലെ? അതെ. ഓക്കെ. പിന്നെ മായ മാം ഓക്കെ ആണല്ലോ? നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് പിന്നെ ഓൾറെഡി എല്ലാം മനസ്സിലായതായിരിക്കും. ഓക്കെ. അപ്പൊ ഇന്ന് നമുക്ക് ഈ ക്ലാസ് കഴിഞ്ഞിട്ടാകുമ്പോ ഒരു അരമണിക്കൂർ കൂടി ഇരിക്കണം. കാരണം 8:30 ശേഷം നമുക്ക് ഫിനാൻഷ്യൽ ഇയർ ക്ലോസിംഗിന്റെ പിന്നെ നമ്മളെ LUT പിന്നെ കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യുന്ന ഒരു 2-3 ആളെയും കൂടി വിളിച്ചിട്ടുണ്ട്. അവരും കൂടി വരുവാണെങ്കിൽ പ്രാക്ടീഷണേഴ്സ് ആണ്. അപ്പൊ അതൊന്ന് ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത കൊല്ലം ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് നമ്മൾ ഫർണിഷ് ചെയ്യേണ്ടതാണ് 31st. അത് നമുക്ക് ഏതായാലും ഈ 8:30 ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് പിന്നെ ക്ലാസ്സിലേക്ക് വരാം. സന്ദീപ് നമസ്കാരം, കേൾക്കുന്നുണ്ടല്ലോ? നമസ്കാരം സാർ, കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിന്റെ കേട്ടിനോ? റെക്കോർഡിംഗ് കേട്ടിനോ സന്ദീപ്? ഇല്ല സാർ, കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് അയച്ചിട്ടുണ്ടല്ലോ. കിട്ടിയിട്ടില്ലേ? ഡിജിറ്റൽ കിട്ടിയിട്ടില്ലേ റെക്കോർഡിംഗ്? അത് ഗ്രൂപ്പിലുണ്ട് സന്ദീപ്. RB മാർച്ച് 2024 ഗ്രൂപ്പിൽ. RB മാർച്ച് ഗ്രൂപ്പിലുണ്ട്, ഇപ്പൊ ഉണ്ട്. പക്ഷെങ്കിൽ ഞാനത് സന്ദീപ് ആ സമയത്തൊക്കെ ഉണ്ട് ആ ഗ്രൂപ്പിൽ. ഞാൻ ഒരിക്കലും കൂടെ ഫോർവേഡ് ചെയ്യാം. ഓക്കെ, ഇട്ടിട്ടുണ്ട് അത്. പിന്നെ കാരണം കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇട്ടത് നെക്സ്റ്റ്, അതായത് അപ്പൊ അന്നേരം നിങ്ങൾ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. ചിലപ്പോ എന്തെങ്കിലും ഇതായി പോയതാണെന്നോ അറിയില്ല. ഞാൻ ഒരിക്കൽ കൂടി ഇട്ടു. ഓക്കെ, അപ്പോ പിന്നെ അതൊന്ന് കേൾക്കണം. കാരണം അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. നമ്മൾ സപ്ലൈയെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി പറയാനുള്ളത് പൃഥ്വിന് അറിയുന്നതായിരിക്കും, മായ മാഡത്തിന് അറിയുന്നതായിരിക്കും. കാരണം ഞാൻ കോളേജ് ഓഫ് കോമേഴ്സിൽ ഡിസ്കസ് ചെയ്ത സംഭവമാണ് ഇനി പറയുന്നത്. പിന്നെ ടാക്സബിൾ സപ്ലൈ, നിൽ റേറ്റഡ് സപ്ലൈ, സീറോ റേറ്റഡ് സപ്ലൈ, നോൺ GST സപ്ലൈ, എക്സംപ്റ്റഡ് സപ്ലൈ. ഈ 5 ടൈപ്പ് സപ്ലൈ ആണ് GST ഉള്ളത്. പൃഥ്വിന് ഇത് പറഞ്ഞിട്ടില്ല, നമ്മള് അവിടെ ഡിസ്കസ് ചെയ്തായിരിക്കും. ഡിസ്കസ് ചെയ്തിട്ടില്ല ഇത്? പിന്നെ മായ മാം അറിയാലോ അല്ലെ? പിന്നെ ഈ 5 ടൈപ്പ് സപ്ലൈ ആണ് GST ഉള്ളത്. 1 ടാക്സബിൾ സപ്ലൈ, 2 സീറോ റേറ്റഡ് സപ്ലൈ, 3 നിൽ റേറ്റഡ് സപ്ലൈ, 4 എക്സംപ്റ്റഡ് സപ്ലൈ, 5 നോൺ GST സപ്ലൈ. ഈ 5 ടൈപ്പ് സപ്ലൈ ആണ് GSTയിൽ പ്രധാനമായിട്ടുള്ളത്. ടാക്സബിൾ സപ്ലൈ എന്ന് പറയുന്നത് പിന്നെ നമുക്കറിയാം, അതായത് നമ്മളൊരു ഫുട്വെയർ വാങ്ങുമ്പോൾ പിന്നെ അവരെന്ത് ചെയ്യുന്നു, നമ്മൾ എടുക്കുന്ന ടാക്സ് കളക്ട് ചെയ്യുന്നു. അപ്പൊ ഫുട്വെയർ എന്ന് പറയുന്നത് ഒരു ടാക്സബിൾ സപ്ലൈ ആണ് അല്ലെ? റെഡിമെയ്ഡ് വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ, റെഡിമെയ്ഡ് വിൽക്കുമ്പോൾ അവർ നമ്മൾ എടുക്കുന്ന ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ റെഡിമെയ്ഡ് എന്ന് പറയുന്നത് ഒരു ടാക്സബിൾ സപ്ലൈ ആണ്. പിന്നെ സിമെന്റ്, ഇതൊക്കെ ടാക്സബിൾ സപ്ലൈക്ക് എക്സാമ്പിൾ ആണ്. ടാക്സബിൾ സപ്ലൈ എന്ന് പറഞ്ഞാൽ 90% ടാക്സബിൾ സപ്ലൈ തന്നെയാണ് GSTയിലുള്ളത്. ഇനി എന്താണ് സീറോ റേറ്റഡ് സപ്ലൈ? സീറോ റേറ്റഡ് സപ്ലൈ എന്താണ്? മായ മാം ഓർമ്മയുണ്ടോ സീറോ റേറ്റഡ് സപ്ലൈ എന്താണെന്നുള്ളത്? നെസസറി നീഡ്സ് ഉള്ളത് സീറോ, നെസസറി നീഡ്സ് ഉള്ളത് സീറോ റേറ്റഡ് സപ്ലൈ. ഇതാണ്, അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. പൃഥ്വി, ഞാൻ ഒരു എക്സാമ്പിൾ ഒക്കെ പറഞ്ഞതിനുണ്ടായിരുന്നു. മാത്രമേ നമുക്ക് ഇതാക്കാൻ കഴിയൂ. ഓക്കെ, ഞാൻ പറയാം. ഓക്കെടാ, എനിക്ക് ഓർമ്മയുണ്ടത്. അതായത് GSTക്ക് മുമ്പ് സർവീസ് ടാക്സിലും വാറ്റിലൊക്കെ നമ്മൾ ഇന്ത്യക്ക് പുറത്തേക്ക് ഒരു സാധനം നമ്മൾ അയക്കുകയാണെങ്കിൽ എന്ത് വേണ്ട? ടാക്സ് വേണ്ട. എന്തുകൊണ്ടായിരിക്കും? എക്സ്പോർട്ടിന്, സന്ദീപിന് പുറത്തൊക്കെ പോയി ജോലി ചെയ്യാൻ വേണ്ടി പോവാണ്. എന്തുകൊണ്ടായിരിക്കും സന്ദീപ് എക്സ്പോർട്ടിന് ഗവൺമെന്റ് ടാക്സ് വേണ്ട എന്ന് പറയാൻ കാരണം? എന്തായിരിക്കും അതിന്റെ ഒരു ലോജിക്? എക്സ്പോർട്ടിനൊന്നും ടാക്സ് വേണ്ട എന്ന് പറയേണ്ട ലോജിക് എന്തായിരിക്കും? വിദേശ കറൻസി വാങ്ങിത്തരും അല്ലെ?
അത് കൂടാണ്ട് നമ്മളെ പ്രൊഡക്ഷൻ കൂടും ഇന്ത്യയിലുള്ള അല്ലെ, പുറത്തും കൂടി ആവശ്യമുണ്ട്. അപ്പൊ നമ്മളെ GDP റേറ്റ് കൂടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെ പ്രൊഡക്ഷൻ കൂടും, പുറത്തും കൂടി ഇത് ആവശ്യം ഉണ്ടാകുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വിദേശത്തേക്ക്, അതായത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ GSTക്ക് മുമ്പുള്ള ടാക്സ് സിനാരിയോയിൽ എന്ത് വേണ്ടായിരുന്നു? ടാക്സ് വേണ്ടായിരുന്നു. അത് വാറ്റിൽ വേണ്ടായിരുന്നു, സർവീസ് ടാക്സിലും വേണ്ടായിരുന്നു. പക്ഷേ GST വന്നപ്പോ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ അരുൺ ജെയ്റ്റ്ലിക്ക് ഒരു അതിമോഹം എന്നൊക്കെ പറയില്ലേ, അപ്പൊ ജെയ്റ്റ്ലി ചിന്തിച്ചു, ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എന്ത് കൊടുക്കണ്ട, ടാക്സ് ഒഴിവാക്കി കൊടുക്കണ്ട. ജെയ്റ്റ്ലി പറഞ്ഞത് 16-17 ഫിനാൻഷ്യൽ ഇയറിൽ 10 കോടിക്ക് മുകളിലാണ് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്തത് എങ്കിൽ, അതായത് GST വരുന്നതിന് തൊട്ട് മുമ്പുള്ള ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങളുടെ എക്സ്പോർട്ട് ടേൺ ഓവർ 10 കോടിക്ക് മുമ്പിലുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടാക്സ് വേണ്ട. പകരം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? LUT, ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം GST ഡിപ്പാർട്ട്മെന്റിൽ സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ടാക്സ് ഇല്ലാണ്ട് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാം. ആർക്ക്? 10 കോടിക്ക് മുകളിൽ മുൻ 16-17 ഇയറിലൊക്കെ ചെയ്തവരിക്കും. ഓക്കെ, അവർക്കൊരു ലെറ്റർ, ഇത് ശ്രദ്ധിച്ചു കേൾക്കണം. LUT, ഇത് പിന്നെ ഈ ലെറ്ററിന്റെ സെഷനിൽ പറയും. ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. അത് GST ഡിപ്പാർട്ട്മെന്റിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇത് സബ്മിറ്റ് ചെയ്താൽ നമുക്ക് എന്ത് വേണ്ട? എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടാക്സ് വേണ്ട. പിന്നെ അപ്പൊ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് സബ്മിറ്റ് ചെയ്താൽ നമുക്ക് ടാക്സ് വേണ്ടെന്നാണ്. അപ്പൊ 10 കോടിക്ക് കുറവുള്ളവരുടെ അവസ്ഥ എന്താണ്? ഇപ്പൊ സാധാരണ ഇപ്പൊ ഒരു ചെറിയൊരു പ്രൊഡക്റ്റ് മാത്രം എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരും എക്സ്പോർട്ട് ചെയ്യല്ലോ. അപ്പൊ അവരോട് ഗവൺമെന്റ് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പം ഒരു 50,000 രൂപേന്റെ സാധനം എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ടാക്സ് ഒരു 3,000 രൂപയാണെങ്കിൽ ഈ 3,000 രൂപക്ക് നിങ്ങൾ ബാങ്ക് ഗ്യാരണ്ടി കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്തോ? GST ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് LUT വാങ്ങിക്കോ, ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് വാങ്ങിക്കോ, എന്നിട്ട് സാധനം എക്സ്പോർട്ട് ചെയ്തോ എന്ന് പറഞ്ഞു. അതായത് ടാക്സിന് തുല്യമായ എമൗണ്ടിന് ബാങ്ക് ഗ്യാരണ്ടി വെച്ചിട്ട് GST ഡിപ്പാർട്ട്മെന്റിന് ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ഫർണിഷ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണ ചെറുകിട കച്ചവടക്കാർ എന്ത് ചെയ്യും? അതിനേക്കാളും നല്ലത് എന്താണ്? അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? GST കളക്ട് ചെയ്യണം എന്ന് പറഞ്ഞു. ഇപ്പൊ സാധാരണക്കാർ എന്ത് ചെയ്തു? ബില്ലിൽ തന്നെ GST കളക്ട് ചെയ്തിട്ട് ഈ ബാങ്ക് ഗ്യാരണ്ടിയും LUTയും ഒന്നും എടുക്കാൻ വേണ്ടി പോയില്ല. അവരെന്ത് ചെയ്തു? സാധനത്തിന്റെ കൂടെ തന്നെ അല്ലെ സേവനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അവരതിൽ GST ചാർജ് ചെയ്തിട്ട് തന്നെ അയക്കാൻ തുടങ്ങി. ആരും ബാങ്ക് ഗ്യാരണ്ടി സബ്മിറ്റ് ചെയ്ത് LUT ഒന്നും എടുക്കാൻ വേണ്ടി പോയില്ല. ഇത് കുറച്ച് കഴിഞ്ഞപ്പോ, ഇത് ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബറിലൊക്കെ ഇങ്ങനെയായിരുന്നു അവസ്ഥ. ഒക്ടോബർ ആയപ്പോ ജെയ്റ്റ്ലിക്ക് കാര്യം മനസ്സിലായി. ഒരു സാധനം എന്താവുന്നില്ല, അധികം ഒന്നും എക്സ്പോർട്ട് ആകുന്നില്ല. കാരണം നമ്മളുടെ സാധനത്തിന്റെ വില കൂടുന്നു, ടാക്സും കൂടി ആകുമ്പോൾ. അപ്പൊ ജെയ്റ്റ്ലി എന്ത് ചെയ്തു? ജെയ്റ്റ്ലി പറഞ്ഞു, നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്തോ? LUT ഫർണിഷ് ചെയ്തോ. അന്നേരം ആദ്യം എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ എറണാകുളത്ത് ഉണ്ടാകുമ്പോൾ പിന്നെ കത്രിക്കടവ് GST ഡിപ്പാർട്ട്മെന്റിൽ പിന്നെ മാനുവൽ ആയിട്ടാണ് LUTന്റെ ഡോക്യുമെന്റ് ഒക്കെ കൊണ്ടു കൊടുത്തത്. അപ്പൊ അന്നേരം ആർക്കും അറിയില്ല. അപ്പൊ ആ ഡോക്യുമെന്റ് കൊണ്ടു കൊടുത്തു. ഓഫീസർ എന്നോട് പറഞ്ഞു, ഞാൻ 2 ദിവസം ഈ ഡോക്യുമെന്റ് ഒന്ന് നോക്കട്ടെ, ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. എന്നിട്ടാകുമ്പോ അപ്പൊ ഞാൻ 2 സെറ്റ് അവിടെ കൊണ്ടു കൊടുത്തു. പിന്നെ അപ്പൊ അന്ന് ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് വരുമ്പോൾ അന്ന് ഒരു വർഷത്തേക്കായിരുന്നു, ഒരു കലണ്ടർ ഇയറിലേക്കായിരുന്നു LUT കൊടുത്തത്. അതായത് 1 നവംബറിലാണെങ്കിൽ അടുത്ത 31 ഒക്ടോബർ വരെ LUTന്റെ ഫസ്റ്റ് സമയത്ത് ഒരു കലണ്ടർ ഇയറിലേക്കാണ് ഹാർഡ് കോപ്പി നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെയായിരുന്നു കൊടുത്തിരുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് വേണ്ട? എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടാക്സ് വേണ്ട. അപ്പോൾ സീറോ റേറ്റഡ് സപ്ലൈ എന്ന് പറഞ്ഞാല് അതിന്റെ റേറ്റ് ഓഫ് ടാക്സ് 0 ആണ്. പക്ഷെ ശരിക്ക് ഇപ്പം ഒരു മൊബൈല് ഞാൻ തളിപ്പറമ്പെന്ന് വിൽക്കുവാണെങ്കിൽ അതിന് 18% ടാക്സ് ഉണ്ട് എന്ന് വിചാരിക്കും. ഇതേ സാധനം, ഇത് ശരിക്കും ടാക്സബിൾ ഗുഡ്സ് ആണ്. ഇതേ സാധനം ഞാൻ ഇന്ത്യക്ക് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിനെന്ത് വേണ്ട? ഞാൻ LUT ഫർണിഷ് ചെയ്താൽ അതിന്റെ ടാക്സ് എന്തായി? 0 റേറ്റ് ആയി. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സീറോ റേറ്റഡ് സപ്ലൈ എന്ന് വിളിക്കുന്നത്. അതായത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് ടാക്സ് ഇല്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥേനെയാണ് അത് നമ്മൾ ആ ടൈപ്പ്, അതായത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ സപ്ലൈനെ വിളിക്കുന്നതാണ് സീറോ റേറ്റഡ് സപ്ലൈ എന്ന് പറയുന്നത്. മനസ്സിലായോ സന്ദീപ്, ഡിജിന, മായ മാം, പൃഥ്വി? മനസ്സിലായി സർ. മനസ്സിലായില്ലേ? പൃഥ്വി ക്ലിയർ ആണല്ലോ? നിനക്ക് അന്നേ ക്ലിയർ ആയിട്ടുണ്ട് തോന്നുന്നു. ഡിജിന ഓക്കെ ആണോ? അപ്പൊ ശരിക്കും എന്താണ്? അതിന് ടാക്സ് ഉണ്ട്, ഓക്കെ. പക്ഷെ അത് എക്സ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട്, LUT ഫർണിഷ് ചെയ്തിട്ട് അത് എക്സ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് അതിനെന്തില്ല? ടാക്സ് ഇല്ല. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? സീറോ റേറ്റഡ് സപ്ലൈ എന്ന് വിളിക്കുന്നത്. ഡിജിന ഓക്കെ ആണോ? മനസ്സിലായിനോ?
ക്ലിയർ ആണോ? ഇനി പിന്നെ എക്സ്പോർട്ട് ചെയ്യുന്നതിൽ മാത്രമാണോ നമുക്ക് സീറോ റേറ്റ് സപ്ലൈ ഉണ്ടാവുള്ളൂ? നമ്മൾ പറഞ്ഞു, പിന്നെ പൃഥ്വിൻ പറഞ്ഞതുപോലെ നമ്മൾ സെസ് യൂണിറ്റിലേക്ക്, സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്ക് നമ്മൾ സാധനം സപ്ലൈ ചെയ്യുമ്പോൾ, സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയുന്നത് എറണാകുളം കാക്കനാടാണ്, കൊച്ചിയിൽ കാക്കനാടാണ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ഉള്ളത്. അവിടെ എന്താണ്, അവിടെ എക്സ്പോർട്ട് പ്രൊമോഷൻ ആയിട്ടുള്ള കുറെ യൂണിറ്റുകളാണുള്ളത്, മാനുഫാക്ചറിങ് യൂണിറ്റ് അതൊക്കെയാണുള്ളത്. അവർ മെയിൻ ആയിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സ്പേസ് ആണത്. അപ്പൊ അവിടത്തേക്ക് എന്താണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്, അവിടെ നമ്മൾ പിന്നെ സാധനം സെയിൽ ചെയ്യുകയാണെങ്കിൽ, അവർ എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ സാധനം സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ LUT ഫർണിഷ് ചെയ്താൽ, ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ഫർണിഷ് ചെയ്താൽ, സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്ക് നമ്മൾ സാധനം കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വേണ്ട, ടാക്സ് വേണ്ട. LUT ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സീറോ റേറ്റഡ് സപ്ലൈ എന്ന് വിളിക്കുന്നത്. അത് ഒന്ന് എക്സ്പോർട്ട്, രണ്ട് സ്പെഷ്യൽ എക്കണോമിക് സോൺ. ഇവിടെ രണ്ട് സ്ഥലത്തേക്കും നമ്മൾ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ഫർണിഷ് ചെയ്ത് നമ്മൾ സാധനങ്ങൾ സപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ടാക്സ് ഇൻവോയ്സിൽ കാണിക്കേണ്ട. ശരിക്കും അതിന് ടാക്സ് ഉണ്ട്, പക്ഷെ അതിന്റെ നേച്ചർ ഓഫ് സപ്ലൈ കൊണ്ട് അതിന് ടാക്സ് ഇല്ല. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സീറോ റേറ്റഡ് സപ്ലൈ എന്ന് വിളിക്കുന്നത്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? സാറേ ഈ സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറഞ്ഞാല് പിന്നെ നമ്മുടെ അതെന്താന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പ്രൊജക്റ്റ് ആണത്. പിന്നെ കൊച്ചിയിൽ പോവുകയാണെങ്കിൽ കാക്കനാടാണ് അതുള്ളത്. അവിടെ മെയിൻ ആയിട്ട് എന്തിനാണ് ചെയ്യുന്നത് വെച്ചാല് ഈ എക്സ്പോർട്ട് ചെയ്യുന്ന മാനുഫാക്ചേഴ്സ്, ഇപ്പൊ ഞാൻ വർക്ക് ചെയ്ത ഒരു കമ്പനിയിൽ ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു അവിടെ. അത് അവരെന്താ ചെയ്യാന്ന് വെച്ചാല് കാറിന്റെ സീറ്റ് കവർ ഉണ്ടല്ലോ, അത് ഉണ്ടാക്കിയിട്ട് പുറം രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് അവിടെ റൂമൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണ്. ഗവൺമെന്റിന്റെ കുറെ ഇതൊക്കെ വെക്കണം, ഗവൺമെന്റ് നോക്കും. എല്ലാവർക്കും ഒന്നും എന്ത് കൊടുക്കൂല, റൂം അവിടെ കൊടുക്കൂല ബിസിനസ് ചെയ്യാൻ വേണ്ടി. മെയിൻ ആയിട്ട് ഗവൺമെന്റ് നോക്കുന്നത് ഗവൺമെന്റിന് ലാഭമുള്ള, അതായത് എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിക്കാണ് കൊടുക്കുക. അപ്പൊ അത് 99% എക്സ്പോർട്ട് ബിസിനസ് ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാധനം, അങ്ങനെയുള്ള ബിസിനസ്സിലേക്ക് നമ്മളൊരു സാധനം സെയിൽ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തുണ്ട്, അവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഉദ്ദേശം. ഓക്കെ, പിന്നെ അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് വേണ്ട, നമ്മൾ സെസ്സിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുവാണെങ്കിൽ നമ്മൾ LUT ഫർണിഷ് ചെയ്താൽ നമ്മൾ പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ ആയോ? കൊച്ചിയിൽ കാക്കനാട്, തമിഴ്നാട്ടിൽ കോയമ്പത്തൂരൊക്കെ ഉണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാക്കനാടിന്റെ അടുത്താണ് വാഴക്കാല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് എറണാകുളത്ത്. ഓക്കെ, പിന്നെ ഈ എക്കണോമിക് സോണിന്റെ അടുത്താണ്. അവിടുന്ന് നമ്മള് ഈ സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്ക് നമ്മളൊരു സാധനം സെയിൽ ചെയ്യുകയാണെങ്കിൽ, LUT ഇല്ല എങ്കിൽ പോലും ശരിക്ക് അപ്പുറം ഇപ്പുറം റോഡിന്റെ അപ്പുറത്തെ സൈഡ് വാഴക്കാലാണെങ്കിൽ ഇപ്പുറം ഇതാണെങ്കിൽ, ഇവിടത്തേക്ക് നമ്മളൊരു സാധനം സെയിൽ ചെയ്യുകയാണെങ്കിൽ പോലും IGSTയിലാണ് ബില്ല് ചെയ്യേണ്ടത്. സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്ക് സെയിൽ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ LUT ഫർണിഷ് ചെയ്യാണ്ട് നമ്മൾ ബില്ല് ചെയ്യുകയാണെങ്കിൽ, LUT ഫർണിഷ് ചെയ്താൽ നമ്മൾ ടാക്സേ കൊടുക്കണ്ട. ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ഇല്ല എങ്കിൽ നമ്മൾ സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്ക് നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ CGSTയും SGSTയും എല്ലാം ചാർജ് ചെയ്യേണ്ടത് IGST ആണ് ചാർജ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾ GSTR 1 ഒക്കെ ഫയൽ ചെയ്യുമ്പോൾ, പിന്നെ GSTR 1 ഒക്കെ ഫയൽ ചെയ്യുമ്പോൾ പിന്നെ ഡിജിനൽ 32 എന്നൊക്കെ അടിക്കുമ്പോൾ പിന്നെ IGST ആക്റ്റീവ് ആയിട്ട് ഉണ്ടെങ്കിൽ പേടിക്കണ്ട. ചിലപ്പോ അങ്ങനെ പിന്നെ നമ്മൾ ഓഫീസിൽ ഫണ്ട് ഒക്കെ ചെയ്യുമ്പോൾ ഈ 32 എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ IGST അങ്ങ് ആക്റ്റീവ് ആയിട്ട് കിട്ടും. അപ്പൊ 32 IGST ആക്റ്റീവ് ആകുമ്പോൾ ആകെ നമ്മൾ GST സൈറ്റിന് പ്രാന്തായോ എന്നുള്ള അവസ്ഥ തോന്നും. അപ്പൊ എന്ത് വേണം, സെർച്ച് ടാക്സ് പെയറിൽ പോയിട്ട് ആ GST നമ്പർ അടിച്ചു കൊടുത്താൽ മനസ്സിലാകും അത് സ്പെഷ്യൽ എക്കണോമിക് സോണിലെ യൂണിറ്റ് ആണ്. അതുകൊണ്ടാണ് എന്ത് ആക്റ്റീവ് ആകുന്നത്, അവിടെ ആ GST നമ്പർ കൊടുക്കുമ്പോൾ IGST ആക്റ്റീവ് ആകുന്നത്. ക്ലിയർ ആയോ? അപ്പൊ അതാണ് സീറോ റേറ്റഡ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സീറോ റേറ്റഡ് സപ്ലൈ എന്ന് പറഞ്ഞാല് അതിന് ടാക്സ് ഉണ്ട് ശരിക്ക്, പക്ഷേ അത് എക്സ്പോർട്ടും അല്ലെങ്കിൽ സെസ് യൂണിറ്റിലേക്കും സപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ഫർണിഷ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് കൊടുക്കണ്ട, ആ സമയത്ത് അതിന്റെ ടാക്സ് എന്താകും, സീറോ ആകും. ടാക്സ് കളക്ട് ചെയ്യേണ്ട കാര്യമില്ല. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സീറോ റേറ്റഡ് സപ്ലൈ എന്ന് പറയുന്നത്. ഞാൻ ഒന്നും കൂടി ഈ സമയത്ത് ഞാൻ പറയാം, ഈ സീറോ റേറ്റഡ് സപ്ലൈ എന്നുള്ളൊരു സംഭവം ഇൻപുട്ട് ടാക്സ് ഞാൻ പറയുമ്പോൾ, ഇൻപുട്ട് ടാക്സ് നമ്മൾ പിന്നെ അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ടാക്സബിൾ സപ്ലൈനെ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സീറോ റേറ്റഡ് സപ്ലൈനെ കാണണം. ഓക്കെ, ഇൻപുട്ട് ടാക്സ് ഒക്കെ ക്രെഡിറ്റ് എടുക്കുമ്പോൾ സീറോ റേറ്റഡ് സപ്ലൈ ഏതിനെ പോലെ തന്നെ ട്രീറ്റ് ചെയ്യണം, ടാക്സബിൾ സപ്ലൈനെ പോലെ തന്നെ ട്രീറ്റ് ചെയ്യണം. അത് നമ്മൾ ഇൻപുട്ട് ടാക്സ് എടുക്കുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. പക്ഷെ ഇതൊന്ന് ഓർമ്മിച്ച് നോക്കുക.
നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിൽ റേറ്റഡ് സപ്ലൈ ആണ്. നിൽ റേറ്റഡ് സപ്ലൈ ആണ്. ഈ നിൽ റേറ്റഡ് സപ്ലൈ എന്താണ്? പൃഥ്വിന് ഓർമ്മയുണ്ടോ നിൽ റേറ്റഡ്? മാം സാറ് നേരത്തെ ഞാൻ പറഞ്ഞതാണ് ഇപ്പൊ. നേരത്തെ പറഞ്ഞതാണോ നിൽ റേറ്റഡ്? പൃഥ്വി, നിൽ റേറ്റഡ് എന്താണ്? റൈസിന്റെ യെസ്, അതായത് റൈസ് എല്ലാം നിൽ റേറ്റഡ് ആണല്ലോ. അതെ, റൈസ് നിൽ റേറ്റ് ആണ്. അതായത് നിൽ റേറ്റഡ് എന്ന് പറഞ്ഞാല് ഇതിന്റെയും റേറ്റ് ഓഫ് ടാക്സ് എത്രയാണ്? റേറ്റ് ഓഫ് ടാക്സ് എത്ര പൃഥ്വി നിൽ റേറ്റിന്റെ? അതിന് ടാക്സ് ഇല്ല, സീറോ. ടാക്സ് ആണെങ്കിൽ ആ ഫാക്ടർ ആണെങ്കിൽ 5%. അതായത് റൈസിന് ടാക്സ് വരും. ഓക്കെ അതായത് നിൽ റേറ്റഡ് എന്ന് പറഞ്ഞാല് അതിന് ശരിക്കും പറഞ്ഞാല് ഇപ്പം ടാക്സ് ഇല്ല. ഇപ്പം ടാക്സ് ഇല്ല എന്ന് ഇതിന് പറയാൻ പറ്റും. ഈ പ്രസന്റ് സിറ്റുവേഷനിൽ അതിന് ടാക്സ് ഇല്ല. ഗവൺമെന്റിന് എപ്പോ വേണമെങ്കിലും അതിനെ എന്താക്കാം? ടാക്സബിൾ ആക്കാം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നിൽ റേറ്റഡ് സപ്ലൈ എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അരിക്ക് കുറെ കാലം ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടില്ല. ഗവൺമെന്റ് പറഞ്ഞു ബ്രാൻഡഡ് റൈസിന് മാത്രമേ ടാക്സ് ഉള്ളൂ, ബ്രാൻഡ് ഇല്ലാതെ റൈസിന് ടാക്സ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ചോദ്യം വന്നു, എന്താണ് ബ്രാൻഡഡ് റൈസ് എന്ന് ചോദ്യം വന്നു. അപ്പൊ പറഞ്ഞു ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്ത് എല്ലാറ്റിനെയും ബ്രാൻഡഡ് റൈസ് എന്ന് വിളിക്കും എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അരിക്കച്ചവടക്കാരൊക്കെ എന്ത് ചെയ്തു? ട്രേഡ് മാർക്ക് ക്യാൻസൽ ചെയ്തു. ട്രേഡ് മാർക്ക് എല്ലാം ക്യാൻസൽ ചെയ്തു. അപ്പൊ ഗവൺമെന്റിന് കാര്യം മനസ്സിലായി, നമ്മളെക്കാളും ബുദ്ധിശാലികളാണ് ട്രേഡേഴ്സ് എന്ന് മനസ്സിലായപ്പോ ഗവൺമെന്റ് പറഞ്ഞു പാക്ഡ് ഗുഡ്സിനൊക്കെ എന്തുണ്ട്, പ്രീ പാക്ഡ് ഗുഡ്സിനൊക്കെ അരിക്കൊക്കെ എന്തുണ്ട്, ടാക്സ് വേണം എന്ന് പറഞ്ഞു. അപ്പൊ പ്രീ പാക്ഡ് ഗുഡ്സിന് പിന്നെ ഇത് വേണമെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പം പയ്യന്നൂരിൽ നിന്ന് കാനായിലേക്ക് പോകുമ്പോൾ അതിന്റെ നടുക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഓഫീസിൽ നിന്ന് വിളിച്ചു പറയുന്നത് ഒരു 5 കിലോ അരി പാക്ക് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞിട്ട് എന്റെ മുമ്പ് നിന്ന് എല്ലാവരും പാക്ക് ചെയ്യുന്നതെങ്കിൽ പ്രീ പാക്ഡ് ആണെങ്കിൽ 5 കിലോ അരിക്ക് എന്ത് കൊടുക്കണം? ഞാൻ ടാക്സ് കൊടുക്കണം എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. ഇനി എന്റെ മുമ്പ് നിന്നാണ് പാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് വേണ്ട? ടാക്സ് വേണ്ട. അപ്പൊ പ്രീ പാക്ഡ് ടാക്സ് വേണം. അത് ഗവൺമെന്റ് എന്ത് ചെയ്യും? ഈ നിൽ റേറ്റഡ് ഗുഡ്സിനെ ഗവൺമെന്റ് ഇടക്കിടയ്ക്ക് മാറ്റാൻ പറ്റും. അതിനെ ടാക്സബിൾ ഗുഡ്സ് ആക്കി മാറ്റാൻ വേണ്ടി പറ്റും. ഇപ്പം 2022 ജൂലൈ 18 മുമ്പ് ഹോട്ടൽ മുറിയിൽ 1000 രൂപ വരെയുള്ള ഹോട്ടൽ മുറിക്ക് എന്ത് വേണ്ടായിരുന്നു? ടാക്സ് വേണ്ടായിരുന്നു. 18 ജൂലൈ 2022 ശേഷം ഗവൺമെന്റ് പറഞ്ഞു എല്ലാ മുറിക്കും എന്ത് വേണം? ടാക്സ് വേണം എന്ന് പറഞ്ഞു. അപ്പൊ 18 ജൂലൈ 2022 മുമ്പ് ഈ 1000 രൂപക്ക് താഴെയുള്ള ഹോട്ടൽ മുറി നിൽ റേറ്റഡ് സപ്ലൈ ആയിരുന്നു. അപ്പൊ അതിനുശേഷം അതെന്താക്കി? അതിനെ ടാക്സബിൾ സപ്ലൈ ആക്കി മാറ്റി. അപ്പൊ നിൽ റേറ്റ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് സിറ്റുവേഷനിൽ എന്തില്ല, അതിന് ടാക്സ് ഇല്ല. പക്ഷെ എപ്പോ വേണമെങ്കിലും ഗവൺമെന്റിന് എന്താക്കാം? അടുത്ത GST കൗൺസിലിൽ പറയുന്നത് എല്ലാവർക്കും ടാക്സ് ഉണ്ട്. ഇനി പ്രീ പാക്ഡ് ആയാലും എല്ലാവർക്കും ഗോതമ്പിനൊക്കെ ടാക്സ് ഉണ്ട് എന്ന് പറഞ്ഞാല് ടാക്സ് അതിന് പ്രാബല്യത്തിൽ വരും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നിൽ റേറ്റഡ് സപ്ലൈ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ടാക്സ് ഇല്ലാന്നേ ഉള്ളൂ. ഗവൺമെന്റിന് എപ്പോ വേണമെങ്കിലും അതിനെ ഏതിലേക്ക് മാറ്റാം? ഷിഫ്റ്റ് ചെയ്യാം. ടാക്സബിൾ സപ്ലൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇപ്പൊ അരിന്റെ കേസ് തന്നെ നോക്കുമ്പോൾ 25 കിലോ വരെ, അതായത് ലീഗൽ മെട്രോളജി ആക്ട് പ്രകാരം 25 കിലോ വരെയുള്ള പാക്ഡ് ഗുഡ്സിനായിരുന്നു ടാക്സ് വേണം എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ എന്താക്കി? എല്ലാവരും 26 കിലോ ആക്കി അല്ലെ? അരിയൊക്കെ ഇപ്പൊ നമ്മള് 25 കിലോ ചാക്കിനേക്കാളും പിന്നെ അരി വാങ്ങാൻ പോകുമ്പോ ഇപ്പൊ എത്ര കിലോന്റെ ചാക്ക ഉള്ളത്? 26 കിലോന്റെ ചാക്ക ഉള്ളത്. 26 കിലോ ചാക്കാകുമ്പോ എന്ത് വേണ്ട? പാക്ഡ് ആണെങ്കിലും ടാക്സ് വേണ്ട. എന്തുകൊണ്ട്? ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് ലീഗൽ മെട്രോളജി ആക്ട് പ്രകാരം പാക്ഡ് ചെയ്യുമ്പോഴാണ് ടാക്സ് വേണ്ടത് എന്ന് പറഞ്ഞു. പ്രീ പാക്ഡ് ഗുഡ്സിനാണ് ടാക്സ് വേണ്ടതെന്ന് പറഞ്ഞു. ലീഗൽ മെട്രോളജി എത്ര വരെ കൊടുക്കുന്നുള്ളൂ? നമ്മളെ ഇത് കണ്ടില്ല, തൂക്കത്തിന്റെ 25 കിലോ വരെ സീൽ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പൊ 25 kg വരെ ലീഗൽ മെട്രോളജിന്റെ അടിക്കുള്ളൂ. അപ്പൊ നമ്മളെ കച്ചവടക്കാർക്കൊക്കെ ചാക്കിൽ എത്രയാക്കി? 26 കിലോ അരിയാക്കിയിട്ട് അതിന് ടാക്സ് ഇല്ലാണ്ടാക്കി. അപ്പൊ അതാണ് നിൽ റേറ്റഡ് സപ്ലൈ എന്ന് പറയുന്നത്. ഇപ്പം അതിന് ടാക്സ് ഇല്ല. നാളെ ഗവൺമെന്റ് ഒരു 50 കിലോ അരി വരെ ടാക്സ് വേണം എന്ന് പറയുമ്പോൾ ഈ 26 കിലോ അരി എന്തായി? ടാക്സബിൾ ആയി. ഇപ്പൊ നിൽ റേറ്റഡ് ആണെങ്കിൽ ഗവൺമെന്റ് എപ്പോ വേണമെങ്കിലും ഈ നിൽ റേറ്റിനെ പിടിച്ചിട്ട് ടാക്സബിൾ ആക്കാം. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് റൈസ് ആണ്. അരി, ഗോതമ്പ്, ഇങ്ങനെയുള്ള സൂചി, ഇതൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ നിൽ റേറ്റഡ് സപ്ലൈ? മായാമാഡത്തിന് അറിയായിരിക്കും. സന്ദീപ് അറിയോ? മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായി സാർ. ഡിജിന എങ്ങനെയുണ്ട്? ക്ലിയർ ആയിനോ? ഓക്കെ. അപ്പൊ ടാക്സബിൾ മനസ്സിലായി, സീറോ റേറ്റഡ് മനസ്സിലായി, നിൽ റേറ്റ് മനസ്സിലായി. ക്ലിയർ ആണല്ലോ? ഇനി എക്സംപ്റ്റഡ് സപ്ലൈ ആണുള്ളത്. എക്സംപ്റ്റഡ് എന്ന് പറഞ്ഞാല് നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇതിനൊക്കെ നമുക്ക് എന്ത് വിളിക്കാം?
എക്സംപ്റ്റഡ് സപ്ലൈ എന്ന് വിളിക്കാം. ഇതിന്റെയും റേറ്റ് ഓഫ് ടാക്സ് എന്താണ്? 0 ആണ്. പക്ഷേ ഇതിന് ഗവൺമെന്റിന് നിൽ റേറ്റിനെ പോലെ പെട്ടെന്ന് എന്താക്കാൻ വേണ്ടി പറ്റൂല, ടാക്സബിൾ സപ്ലൈ ആക്കി മാറ്റാൻ വേണ്ടി പറ്റൂല. ഇതിന് ഗവൺമെന്റിന് സ്പെഷ്യൽ പെർമിഷനും പിന്നെ ആക്ടിൽ അമെന്റ്മെന്റ് ഒക്കെ നടത്താനുണ്ട്. ഓക്കെ, ഇതിനെ ടാക്സബിൾ ആക്കണമെങ്കിൽ. മറ്റേതെന്താണ്, ഒരു നോട്ടിഫിക്കേഷൻ വഴി ഗവൺമെന്റിന് നിൽ റേറ്റിനെ ടാക്സബിൾ ആക്കാം. പക്ഷേ എക്സംപ്റ്റഡ് ഗുഡ്സിനെ ടാക്സബിൾ ആക്കണമെങ്കിൽ പ്രൊസീജിയർ പ്രകാരം ഒരുപാട് പണിയുണ്ട് ഗവൺമെന്റിന്. ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പെരിഷബിൾ ഗുഡ്സ്. ഇത് തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എക്സംപ്റ്റഡ് ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. ഇതിനെ അത്ര പെട്ടെന്ന് ടാക്സ് ആക്കാൻ പറ്റാത്ത സാധനത്തിനെയാണ് എക്സംപ്റ്റഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഈ എക്സംപ്റ്റഡിന് നിൽ റേറ്റും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഗവൺമെന്റ് ഇപ്പൊ GSTR 9 എന്ന് പറയുന്ന ആനുവൽ റിട്ടേൺ ഉണ്ട്. ഇപ്പം ഗവൺമെന്റ് തന്നെ എന്തായി ഇതിൽ കൺഫ്യൂസ് ആയിട്ട് ഇപ്പം ആനുവൽ റിട്ടേണിലൊക്കെ പറയുന്നത് എക്സംപ്റ്റഡ് നെല്ലും എന്ത് ചെയ്താൽ മതി, ഒരുമിച്ച് കൂട്ടി ഇട്ടോ എന്ന് പറയാൻ തുടങ്ങി. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിൽ വലിയ ഗവൺമെന്റിന് നഷ്ടവുമില്ല. ഇനി നിൽ റേറ്റ് പോയിട്ട് എക്സംപ്റ്റഡ് എഴുതി പോയാലോ, എക്സംപ്റ്റഡ് നിൽ റേറ്റ് ആയി പോയാലോ എന്തില്ല, പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പൊ നിൽ റേറ്റും എക്സംപ്റ്റഡും മനസ്സിലാക്കാൻ വേണ്ടി മാത്രം, അതായത് നിൽ റേറ്റ് ഗവൺമെന്റ് എപ്പോ വേണമെങ്കിലും ടാക്സബിൾ ആക്കാം. എക്സംപ്റ്റഡ് ഗുഡ്സ് എന്ന് പറയുന്നത് ഗവൺമെന്റ് അത്ര എളുപ്പത്തിൽ അതിനെന്താക്കി മാറ്റാൻ പറ്റൂല, ടാക്സബിൾ ഗുഡ്സ് ആക്കി മാറ്റാൻ പറ്റൂല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇതൊക്കെ എന്താണ്, അതിന് എക്സാമ്പിൾസ് ആണ്. ക്ലിയർ ആയോ? അപ്പൊ പിന്നെ ടാക്സബിൾ മനസ്സിലായി, 0 മനസ്സിലായി, നിൽ റേറ്റ് മനസ്സിലായി, എക്സംപ്റ്റഡ് മനസ്സിലായി. ഇനി ഏതാ ഉള്ളത്? നോൺ GST സപ്ലൈ. നോൺ GST സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? ഏതായിരിക്കും നോൺ GST സപ്ലൈ എന്ന് പറയുന്നത്? പെട്രോളിയം, GSTക്ക് പുറത്തുള്ള സാധനങ്ങൾ അല്ലെ, ആൽക്കഹോളിക് പ്രൊഡക്ട്സ്, പെട്രോളിയം പ്രൊഡക്ട്സ്, ഇതിനൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? നോൺ GST സപ്ലൈ എന്ന് വിളിക്കാം. ഇതാണ് GSTയിലുള്ള 5 പ്രധാനപ്പെട്ട സപ്ലൈസ്. ഇത് നമ്മളുടെ GSTR 3B നോക്കുമ്പോൾ ഈ 5 ആളി നമ്മൾ എന്ത് ചെയ്യും, പരിചയപ്പെടും. ഓക്കെ, അപ്പൊ 5 ഇതാണുള്ളത് GSTയിൽ പ്രധാനമായിട്ടും സപ്ലൈ. ഇത് ഓർമ്മിച്ചു വെക്കണം. ഇതില് 0 റേറ്റിനെയും ടാക്സബിളിനെയും ഒരു ഗ്രൂപ്പിൽ പെടുത്താം. 0 റേറ്റും ടാക്സബിളും ഇൻപുട്ട് ടാക്സ് ഒക്കെ പഠിക്കുമ്പോൾ ഇതിനെ രണ്ടിനെയും ഒരേപോലെയാണ് ഇൻപുട്ട് ടാക്സിൽ ട്രീറ്റ് ചെയ്യുന്നത്. നിൽ റേറ്റും എക്സംപ്റ്റഡും ഒരു ഗ്രൂപ്പാണ്. അതായത് അതിന്റെ ഇൻപുട്ട് എടുക്കുന്ന രീതികളൊക്കെ നിൽ റേറ്റിനും എക്സംപ്റ്റഡിനും ഒരുപോലെയാണ്. 0 റേറ്റിനും ടാക്സബിളിനും ഒരുപോലെയാണ് ഇൻപുട്ട് ക്ലെയിം ചെയ്യുന്നതൊക്കെ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു 5 സപ്ലൈ ക്ലിയർ ആയല്ലോ. ഇനി GSTയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പിന്നെ സപ്ലൈയിൽ എപ്പോഴാണ് നമ്മൾ ഇൻവോയ്സ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് പ്രധാനമായിട്ടും ഗുഡ്സിന്റെ കേസിൽ. ഇപ്പൊ നമ്മളൊരു പിന്നെ മൊബൈൽ വാങ്ങാൻ വേണ്ടി പോയാൽ, മൊബൈൽ വാങ്ങി കഴിയുമ്പോൾ കച്ചവടക്കാരൻ പറയോ ഞാൻ ഏതായാലും 2 ദിവസം കഴിഞ്ഞിട്ട് ബില്ല് ചെയ്യാം എന്ന് പറയോ? പറയാറുണ്ടോ പൃഥ്വി? പിന്നെ നമ്മള് ഒരു മൊബൈല് വാങ്ങാൻ വേണ്ടി പോയിട്ടാകുമ്പോ മൊബൈലൊക്കെ തന്നിട്ട് കച്ചവടക്കാരൻ പറയാം ഏതായാലും 2 ദിവസം കഴിയട്ടെ എന്നിട്ടാകുമ്പോ ബില്ല് ചെയ്യാം. പിന്നെ സന്ദീപ് പറയാറുണ്ടോ അങ്ങനെ? ഇല്ല സാർ, ഇല്ല. അപ്പൊ തന്നെ എന്ത് ചെയ്യും, ബില്ല് ചെയ്യും. അപ്പൊ ഈ ഗുഡ്സിന്റെ കേസിൽ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് അത്ര വലിയ ഇമ്പോർട്ടന്റ് അല്ല. ഇമ്പോർട്ടന്റ് അല്ല എന്ന് പറഞ്ഞാല് എപ്പോൾ എന്ത് ചെയ്യും, ബില്ല് ചെയ്യും. ഗുഡ്സ് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഒരു 99% ഇൻവോയ്സ് ചെയ്യും എന്നുള്ളതാണ് അല്ലെ. പിന്നെ റിമൂവൽ ഓഫ് ഗുഡ്സ് തന്നെയാണ് ടൈം ഓഫ് സപ്ലൈ ഗുഡ്സിന്റെ കേസിൽ വരുന്നത്. പ്ലേസ് ഓഫ് ടൈം ഓഫ് സപ്ലൈ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് സർവീസിന്റെ കേസിലാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന്റെ മുമ്പിൽ ഒരു ചെറിയൊരു കഥയുണ്ട്. അതായത് 2009-10 ആ കാലഘട്ടങ്ങളിൽ ഏഷ്യാനെറ്റ് ഒരു സീരിയൽ പ്രൊഡ്യൂസ് ചെയ്ത് അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ സർവീസ് ടാക്സിന്റെ ഓഡിറ്റ് വളരെ രസമാണ്. നമുക്കറിയാം ഈ സംഭവം, അതായത് GST എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് സർവീസ് ടാക്സിന്റെയും സെൻട്രൽ എക്സൈസിന്റെയും വാറ്റിന്റെയും എല്ലാം കൂടി എന്താണ്, മകനോ മകളോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് GST എന്ന് പറയുന്നത്. അപ്പൊ ഈ GSTനെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ അച്ഛന്റെ അമ്മേന്റെ ഒക്കെ സ്വഭാവം ഇടക്കിടക്ക് കാണിക്കാറില്ലേ? പിന്നെ അപ്പൊ അതേപോലെ തന്നെ GST എന്ത് ചെയ്യാറുണ്ട്, ഇടക്കിടക്ക് അതിന്റെ അച്ഛന്റെയോ അമ്മയുടെയോ സ്വഭാവങ്ങളൊക്കെ ഇടക്കിടക്ക് കാണിക്കും. അപ്പൊ ഈ ടൈം ഓഫ് സപ്ലൈ എന്ന കൺസെപ്റ്റ് വരുന്നത് GST സർവീസ് ടാക്സ് എന്നാണ് ഇത് എടുത്തത്. അതായത് ഏഷ്യാനെറ്റിൽ ഒരു സീരിയൽ പ്രൊഡ്യൂസ് ചെയ്തു, ഒരു വ്യക്തി സീരിയൽ പ്രൊഡ്യൂസ് ചെയ്തപ്പോ ആ സീരിയലിന്റെ പേരെനിക്ക് ഓർമ്മയില്ല. അയാൾ സർവീസ് ടാക്സ് ഓഡിറ്റിങ്ങിന്റെ ഭാഗമായിട്ട് എറണാകുളത്ത് വിളിച്ചു. പിന്നെ സർവീസ് ടാക്സിന്റെ ഓഡിറ്റ് കാണാൻ നല്ല രസം. നമ്മളോട് ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കുക. പിന്നെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവര് നമ്മളെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി ഇരിക്കുന്നതാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, എല്ലാ സങ്കടങ്ങളും ഇവരോട് പറയും. ഇവന്മാർ ഈ സങ്കടങ്ങളൊക്കെ കേട്ടിട്ട് എന്ത് ചെയ്യും, ഒരു മാസം കഴിഞ്ഞാൽ നല്ലൊരു നോട്ടീസും കിട്ടും.
പെനാൽറ്റി അടക്കണം, ഫൈൻ അടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ തന്നെ പിന്നെ ഈ ഏഷ്യാനെറ്റിന്റെ പ്രൊഡ്യൂസർ സർവീസ് ടാക്സ് വിളിച്ചിട്ട് ചോദിച്ചു എപ്പോഴാണ് ഈ സീരിയൽ കഴിഞ്ഞത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു March 3 സീരിയൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പൊ ഏഷ്യാനെറ്റിന് കൊടുത്തത് April 12 വിഷുവിനെ അടുപ്പിച്ചിട്ടാണ് നമ്മൾ പിന്നെ ഏഷ്യാനെറ്റ് ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അപ്പൊ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, സർവീസ് ടാക്സ് ഇൻവോയ്സ് റേസ് ചെയ്ത്, സർവീസ് ടാക്സ് ക്വാർട്ടറിലാണ് പേയ്മെന്റ് ചെയ്യാറ്. April, May, June എപ്പോൾ അടച്ചു? ജൂലൈയിൽ അടച്ചു എന്ന് പറഞ്ഞു. ഇപ്പൊ ആസ് പെർ സർവീസ് ടാക്സ് ആക്ട് പ്രകാരം നമ്മൾ ഒരു സർവീസ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ വിത്തിൻ 7 ഡേയ്സിലെടുക്ക് നമ്മൾ എന്ത് ചെയ്യണം? ബില്ല് ചെയ്യണം. അതായത് March 3 നമ്മൾ ഒരു സർവീസ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ March 10 നമ്മൾ എന്ത് ചെയ്യണം? ഇൻവോയ്സ് ചെയ്യണം എന്നാണ് സർവീസ് ടാക്സ് പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഒരു ഇന്റീരിയർ കോൺട്രാക്ടർക്ക് നമ്മളൊരു 2 ലക്ഷം റുപ്യോ പിന്നെ 5 ലക്ഷം റുപ്യ ഒക്കെ കൊടുത്തു എന്ന് കരുതും. അപ്പൊ ഇയാൾ എന്ത് ചെയ്യും? ഇയാളോട് നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ GST അടച്ചോ എന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറയും ഞാൻ GST അടച്ചില്ല, എന്ത് ഞാൻ ബില്ല് ചെയ്തില്ല. അപ്പോ സർവീസ് കോൺട്രാക്ടറെ സംബന്ധിച്ച് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, ഞാൻ ബില്ല് ചെയ്താലേ എന്ത് ഞാൻ അടക്കണ്ടു, GST അടക്കണ്ടു എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉള്ളത് കൊണ്ട് തന്നെ എന്തായി, ഗവൺമെന്റിനെ സംബന്ധിച്ച് ഗവൺമെന്റ് അറിയും ഈ ചങ്ങായിമാർ ഈ സർവീസ് പ്രൊവൈഡേഴ്സ് എന്ത് ചെയ്യില്ല, പ്രോപ്പറായിട്ട് ബില്ല് ചെയ്യൂല, ഇവരെ അളക്കാൻ ഒരു മാനദണ്ഡവുമില്ല. അപ്പൊ സർവീസ് പ്രൊവൈഡേഴ്സോട് ഗവൺമെന്റ് പറഞ്ഞത് നിങ്ങളൊരു സർവീസ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സർവീസ് കംപ്ലീറ്റ് ചെയ്ത് വിത്തിൻ 30 ഡേയ്സിലടക്ക് നമ്മൾ എന്ത് ചെയ്യണം? 30 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഇൻവോയ്സ് ചെയ്തിരിക്കണം. ആ ഇൻവോയ്സ് നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ സർവീസ് എന്നാണോ കംപ്ലീറ്റ് ചെയ്തത് അന്ന് മുതൽ നമുക്ക് എന്ത് വരും? GSTന്റെ ലാബിലിറ്റി വരും. അതാണ് GST പറയുന്നത് ടൈം ഓഫ് സപ്ലൈ എന്നുള്ളതും. സർവീസ് ടാക്സ് 7 ഡേയ്സ് ആണ് പറയുന്നതെങ്കിൽ സർവീസ് കംപ്ലീറ്റ് ചെയ്തിട്ട് 7 ഡേയ്സ് ആണ് സർവീസ് ടാക്സ് പറയുന്നുണ്ടെങ്കിൽ GST പറയുന്നത് 30 ദിവസമാണ് പറയുന്നത്. നിങ്ങൾ ഒരു സർവീസ് കംപ്ലീറ്റ് ചെയ്താൽ വിത്തിൻ 30 ഡേയ്സിലിടക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ GST ഇൻവോയ്സ് കൊടുത്തിരിക്കണം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം April 25 ഞാനൊരു സർവീസ് കംപ്ലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കും. എനിക്ക് എത്ര May 25 എനിക്ക് ഇൻവോയ്സ് ഞാൻ കൊടുക്കുവാണെങ്കിൽ ഞാൻ എപ്പോൾ അടച്ചാൽ മതി? മെയിൽ GST അടച്ചാൽ മതി. പക്ഷെ ഞാൻ May 25 വരെ ഞാൻ ഇൻവോയ്സ് കൊടുക്കുന്നില്ല, May 30 ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്റെ ടൈം ഓഫ് സപ്ലൈ എന്നുള്ളത് ഗവൺമെന്റ് എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? April 25 എന്നോട് GST അടക്കാൻ വേണ്ടി പറയും. കാരണം എന്റെ സർവീസ് എന്നാണോ കംപ്ലീറ്റ് ചെയ്തത് അതിന്റെ 30 ദിവസത്തിനുള്ളിൽ ഞാൻ ബില്ല് ചെയ്യണം. ബില്ല് ചെയ്തിട്ടില്ല എങ്കിൽ സർവീസ് എന്നാണോ കംപ്ലീറ്റ് ചെയ്തത് അന്ന് മുതൽ എനിക്ക് എന്ത് വരും? GST ലാബിലിറ്റി വരും. ക്ലിയർ ആയോ പറഞ്ഞത്? ക്ലിയർ ആയിനോ ഡിജിനെ? മായ മാം എന്തുണ്ട്, മനസ്സിലായിനോ? ആ സാറേ, ടൈം ഓഫ് സപ്ലൈ ഇപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായി. ഞങ്ങൾ ബില്ലടിക്കുമ്പോൾ ടൈം ഓഫ് സപ്ലൈ ഉണ്ട്. അല്ല, ടൈം ഓഫ് സപ്ലൈ ഇപ്പോഴാണ് മനസ്സിലായത്. കഴിഞ്ഞ പ്രാവശ്യം മനസ്സിലായിട്ടില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എന്നോട് മനസ്സിലായി എന്നാണ് മായ മാം പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആയി അല്ലേ? ഓക്കെ, ക്ലിയർ ആണ് സർ. ഓക്കെ, ഇതാണ് ടൈം ഓഫ് സപ്ലൈ എന്നുള്ളത്. ഇനി 2 ഇൻഡസ്ട്രിക്ക് മാത്രം ഗവൺമെന്റ് കുറച്ചും കൂടി ലിബറൽ ആക്കിയിട്ടുണ്ട്. ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് കമ്പനിക്ക് 45 ഡേയ്സ് വരെ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് ക്ലയൻസ് ഉണ്ടാവുമല്ലോ. അവരോട് 30 ദിവസം എന്നൊക്കെ പറഞ്ഞാൽ എന്താവില്ല, നടക്കൂല. അപ്പൊ അവരോട് ഗവൺമെന്റ് എന്ത് പറഞ്ഞു? നിങ്ങൾ 45 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്താൽ മതി? ബില്ലിങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇതാണ് ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? GSTയിലെ ടൈം ഓഫ് സപ്ലൈ. ഇനി എപ്പോഴെങ്കിലും 30 ദിവസത്തിനുള്ളിലൊക്കെ ബില്ല് ചെയ്യാൻ നോക്കുക. ഓക്കെ, സർവീസ് കംപ്ലീറ്റ് ചെയ്തിട്ടാകുമ്പോൾ ഞാൻ ബില്ല് കൊടുത്തിട്ടില്ലല്ലോ അതുകൊണ്ട് GST അടക്കണ്ടല്ലോ എന്ന് ചിന്തിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? 30 ദിവസത്തിനുള്ളിൽ ബില്ല് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? GST അടച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു, സംശയമില്ല എന്നും വിചാരിക്കുന്നു. ഇനി പിന്നെ കഴിഞ്ഞ ഇത് ക്ലിയർ, ഇതിലെന്തെങ്കിലും സംശയമുണ്ടോ ടൈം ഓഫ് സപ്ലൈയില്? നിമിഷ, രമ്യ, എന്തെങ്കിലും സംശയം ഉണ്ടാവും? ഇനി ചില സമയത്ത് GST പിന്നെ 18 ജൂലൈ 2022 GSTയുടെ ഒരുപാട് ടാക്സ് സംഭവങ്ങൾ എന്താക്കിയത്? ചേഞ്ച് ചെയ്തത്. പിന്നെ അതായത് ഒരുപാട് 18% ഉള്ളത് പിന്നെ 28% അങ്ങനെ ഒരുപാട് ടാക്സിന്റെ സിസ്റ്റം, അതായത് ടാക്സ് റേറ്റ് ചേഞ്ച് ചെയ്തത് 18 ജൂലൈ 2022 ശേഷമായിരുന്നു. അപ്പൊ ഒരു സംശയം, ഈ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുമ്പോൾ സെക്ഷൻ 14 എപ്പോഴെങ്കിലും GST ബുക്ക് കിട്ടുകയാണെങ്കിൽ സെക്ഷൻ 14 ഒന്ന് വായിച്ചു നോക്കണം. അതില് പറയുന്നത്, ഇത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് അക്കൗണ്ട്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇപ്പൊ നിങ്ങൾ 18 ജൂലൈയിലടക്ക് നിങ്ങൾ എന്ത് ചെയ്തു? ഒരു സർവീസ് കംപ്ലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ PWD കോൺട്രാക്ടർ ആണ്.
PWD കോൺട്രാക്ടറെ സംബന്ധിച്ച് 18th ജൂലൈ വരെ 12% GST റേറ്റ്. ഓക്കെ, 12% GST റേറ്റ്. അപ്പൊ 18th ജൂലൈക്ക് ശേഷം ഈ 12% എന്തായി മാറി? 18% മാറി. ഓക്കെ, അപ്പൊ നമ്മളെ സംബന്ധിച്ച് പിന്നെ ഞാൻ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. 18th ജൂലൈക്ക് മുമ്പ് ഞാൻ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് പേയ്മെന്റും കിട്ടി 18th ജൂലൈക്ക് മുമ്പ്. ഇപ്പൊ സപ്പോസ് ഒരു 5 ലക്ഷം രൂപയാണ് എന്റെ വർക്കെങ്കിൽ, വർക്കിംഗ് 5 ലക്ഷം രൂപേന്റെ വർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. 12% റേറ്റ് ഓഫ് ടാക്സ് ഉള്ളപ്പോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? എനിക്ക് പേയ്മെന്റും കിട്ടി അതിന്റെ. പക്ഷെ ഞാൻ ബില്ല് കൊടുത്തിട്ടില്ല. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഞാൻ എന്ത് ചെയ്തില്ല? ബില്ല് സബ്മിറ്റ് ചെയ്തിട്ടില്ല. ഇപ്പൊ 18th ജൂലൈക്ക് ശേഷം 25th ജൂലൈക്കാണ് ഞാൻ ബില്ല് കൊടുക്കുന്നത് എങ്കിൽ അപ്പോഴത്തേക്ക് എത്ര ആയിട്ടുണ്ട് റേറ്റ് ഓഫ് ടാക്സ്? 18% ആയിട്ടുണ്ട്. 12 18 മാറിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ 25-ാം തീയതി ബില്ല് കൊടുക്കുമ്പോൾ 18 ബില്ല് ചെയ്യോ 12 ബില്ല് ചെയ്യോ? പൃഥ്വിന് അറിയായിരിക്കും, ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പൃഥ്വിൻ പറയണ്ട, ഞാൻ അവിടെ ഡിസ്കസ് ചെയ്തൊരു ഏരിയ ആണത്. പിന്നെ മായ മാം ഓർമ്മയുണ്ടോ? സന്ദീപ് ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. മായ മാം എന്താണ് പറയാനുള്ളത്? പൃഥ്വിനോട് ഞാൻ പിന്നെ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്തു. അതായത് പിന്നെ നമ്മളുടെ കുറെ GST റേറ്റ് ചേഞ്ച് ചെയ്തത് 18th ജൂലൈ 2022 ശേഷം. ഓക്കെ, അപ്പോ ഞാനൊരു PWD കോൺട്രാക്ടറെ സംബന്ധിച്ച് 18th ജൂലൈ 2022 മുമ്പ് അവരുടെ എല്ലാ ഔട്ട്വേർഡ് സപ്ലൈന്റെ റേറ്റ് എത്രയാണ്? 12% ഓക്കെ, 18th ജൂലൈക്ക് ശേഷം അവരുടെ റേറ്റ് ഓഫ് ടാക്സ് എത്രയായി മാറി? 18% മാറി. 12 18 ആക്കി. ഓക്കെ, ഞാനൊരു ചോദ്യം ചോദിക്കുന്നത്, ഇവിടെയുള്ള ഞാനൊരു PWD കോൺട്രാക്ടർ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു? എന്റെ സർവീസ് ഞാൻ റോഡ് പണിയൊക്കെ എന്റെ തീർന്നു. 18th ജൂലൈക്ക് മുമ്പ് എന്റെ റോഡ് പണി കംപ്ലീറ്റ് കഴിഞ്ഞു. എനിക്ക് അതിന്റെ പേയ്മെന്റും കിട്ടി 12% ഉണ്ടാകുമ്പോൾ. ഓക്കെ, പക്ഷെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല? ബില്ല് ചെയ്തിട്ടില്ല. ബില്ല് ഗവൺമെന്റിന് കൊടുത്തിട്ടില്ല. ബില്ല് ഞാൻ കൊടുക്കുന്നത് 18% ആയതിനു ശേഷമാണ്. ഓക്കെ, അതായത് 25th ജൂലൈക്കാണ് ഞാൻ ബില്ല് കൊടുക്കുന്നത് എങ്കിൽ അപ്പോൾ എന്തായിട്ടുണ്ട്? കോൺട്രാക്ടറുടെ GST റേറ്റ് എത്രയായിട്ട് മാറിയിട്ടുണ്ട്? 18% മാറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ 12% ബില്ല് ചെയ്യോ 18% ഞാൻ ബില്ല് ചെയ്യും? 12% ബില്ല് ചെയ്താൽ ഗവൺമെന്റ് ചോദിക്കൂല GST റേറ്റ് ഒക്കെ കൂടിയില്ല മോനെ, 18 ആയില്ലേ, നീ എന്താ 12 ബില്ല് ചെയ്തെന്ന് ചോദിക്കൂലേ? അപ്പൊ പഴയതിലാണല്ലോ നമ്മള് അത് ചെയ്ത് വർക്ക് കഴിഞ്ഞത്. അതുകൊണ്ട് 12 ചെയ്താൽ മതി എന്ന് പറയുന്നു. സന്ദീപ് എന്ത് പറയുന്നു? ഞാനും 12 പറയുന്നു സാർ. 12 പറയുന്നു. പിന്നെ ഡിജിന? 18 ആയിരിക്കും സർ. 18 ആയിരിക്കും. ഓക്കെ, 18. പൃഥ്വിൻ പറയണ്ട, പൃഥ്വിനെ ഞാനൊരു കഴിഞ്ഞ ആഴ്ച ഞാൻ ഇത് പറഞ്ഞു കൊടുത്തതാണ്. അപ്പൊ പൃഥ്വിന് അത് അറിയായിരിക്കും. അപ്പൊ ഇതൊരു സിറ്റുവേഷൻ. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ, എന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. 18th ജൂലൈക്ക് മുമ്പ് എന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് പൈസയും കിട്ടിയില്ല, ഞാൻ ഇൻവോയ്സും കൊടുത്തില്ല. ഓക്കെ, ഞാൻ 18th ജൂലൈക്ക് മുമ്പ് എന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ 1st ഓഗസ്റ്റിലാണ് ഞാൻ ബില്ലും കൊടുക്കുന്നത്. പിന്നെ 1st ഓഗസ്റ്റിലാണ് എനിക്ക് പേയ്മെന്റും കിട്ടുന്നത് എന്ന് വിചാരിക്കും. ഓക്കെ, പക്ഷെ എന്റെ വർക്ക് എപ്പോ കംപ്ലീറ്റ് ചെയ്തു? 18th ജൂലൈക്ക് മുമ്പ് കംപ്ലീറ്റ് ചെയ്തു. വർക്ക് കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ ഞാൻ ബില്ലും കൊടുത്തില്ല, എനിക്ക് പേയ്മെന്റും കിട്ടിയില്ല. വർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നത് 12%, ബില്ലും എമൗണ്ടും കിട്ടുന്നത് 18% ടാക്സ് റേറ്റ് ഉള്ള സമയമാണെങ്കിൽ ഞാൻ ഇൻവോയ്സ് ഏതിൽ ചെയ്യണം? അതും പഴയതാണ്. കാരണം എന്തുകൊണ്ടാ? വർക്ക് 12ലാണ് തീർന്നത് അല്ലെ മാം? അതല്ല എന്റെ ലോജിക്ക് പറഞ്ഞത്. അപ്പൊ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടോ? സന്ദീപ് എന്ത് പറയുന്നു? 12 തന്നെ ഉറച്ചു നിൽക്കുന്നു. 12 ബില്ലൊക്കെ കൊടുക്കുന്ന ബില്ല് 18 അല്ല, ഇതിലെ കൊടുക്കാൻ 18 വരിക. ബില്ലും എമൗണ്ടും കിട്ടുന്നത് 18 സമയത്താണ്. പക്ഷെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് 12 സമയത്ത്. വർക്ക് ഞാൻ തീർത്തു 18th ജൂലൈക്ക് മുമ്പായിട്ട്. അന്നേരം 12%. പിന്നെ ഇപ്പം എന്താക്കി? 18 ആയി. 18 ഞാൻ ബില്ലും കൊടുക്കുന്നത്, പൈസയും കിട്ടുന്നത്. അപ്പൊ 18 വേണ്ടി വരും. സന്ദീപ് നേരത്തെ 12 അല്ലേ പറഞ്ഞത്? ആദ്യത്തെ സിറ്റുവേഷൻ 12 അല്ലേ പറഞ്ഞത്? ഇപ്പൊ 18 അല്ലെ? അപ്പൊ ഇതിൽ എന്താണ് ഗവൺമെന്റ് പറയുന്നത് വെച്ചാൽ ഈ 3 സിറ്റുവേഷൻസ് ആണ് നമുക്ക് ഉണ്ടാവുക. പിന്നെ അതായത് 1 വർക്ക് കംപ്ലീഷൻ, 2 ഇൻവോയ്സ് കൊടുക്കുക, 3 പേയ്മെന്റ് കളക്ഷൻ. ഏതൊരു ട്രാൻസാക്ഷനും ഈ 3 അല്ലേ ഉണ്ടാവുക. അതൊന്ന് സാധനം ഡെലിവറി അല്ലെ വർക്ക് കംപ്ലീഷൻ,
2 നമ്മൾ ഇൻവോയ്സ് റേസ് ചെയ്യുക, 3 നമുക്ക് എമൗണ്ട് കിട്ടുക. ഈ 3 സിറ്റുവേഷനിൽ 2 സിറ്റുവേഷൻ എപ്പോഴാണോ നടക്കുന്നത് ആ സമയത്തുള്ള ടാക്സ് ആണ് ആ ട്രാൻസാക്ഷൻ അപ്ലിക്കബിൾ ആവുക. മനസ്സിലായി? അപ്പൊ ആദ്യത്തെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു, എന്റെ വർക്കും പൃഥ്വിന് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അതായത് എന്റെ വർക്കും കംപ്ലീറ്റ് ചെയ്തു, എനിക്ക് എമൗണ്ടും കിട്ടി. അപ്പൊ 3-ൽ 2 എപ്പോ നടന്നു? 12% നടന്നു. പക്ഷെ എനിക്ക് ഞാൻ ബില്ല് കൊടുക്കുന്നത് 18-ലാണെങ്കിൽ പോലും ഈ ട്രാൻസാക്ഷന്റെ റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് 12%. ഈ 3-ൽ 2 കാര്യങ്ങളും എപ്പോഴാണോ നടക്കുന്നത് ആ സമയത്ത് ഏതാണോ ടാക്സ് റേറ്റ് അതാണ് ആ ട്രാൻസാക്ഷന്റെ റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സിറ്റുവേഷനിൽ നമ്മൾ പറഞ്ഞു വർക്ക് മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ 12%. ഞാൻ ബില്ല് കൊടുക്കുന്നതും പേയ്മെന്റ് കിട്ടുന്നതും 18-ലാണെങ്കിൽ അതിന്റെ റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് 18%. ഈ 3 കണ്ടീഷനിൽ 2 കണ്ടീഷൻ നടക്കുമ്പോൾ റേറ്റ് ഓഫ് ടാക്സ് എന്താണോ അതാണ് ആ ട്രാൻസാക്ഷന്റെ റേറ്റ് ഓഫ് ടാക്സ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ക്ലിയർ ആയോ? മാം ക്ലിയർ ആയിനോ? ഇപ്പൊ ഞാൻ തന്നെ ഒരു ഇപ്പൊ നമ്മള് പൈസയും കിട്ടി, ആദ്യത്തെ സിറ്റുവേഷൻ നോക്കുക, പൈസയും കിട്ടി, വർക്കും ചെയ്തു. ഇനി ഞാൻ ബില്ല് 18 കൊടുത്താൽ ബാക്കിയുള്ള പൈസ ഒന്നും തരുവോ? അപ്പൊ ഗവൺമെന്റിന് അറിയാവുന്ന തരൂല. അപ്പൊ എന്തായി? 3-ൽ 2 നടന്നു. മേജർ പോർഷനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മേജർ പോർഷന്റെ മറ്റേതെന്തായി? ആദ്യത്തേൽ വർക്കേ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഓനറിയാം പേയ്മെന്റും കൊടുത്തിട്ടില്ല, ബില്ലും തന്നിട്ടില്ല എന്ന് അവനും അറിയാം. അപ്പൊ എന്തായി? ഞാൻ എന്തുകൊണ്ടാണ് ഇത് 1 ആഗസ്റ്റ് എന്ന് പറഞ്ഞതെന്ന് വെച്ചാല് പ്രാക്ടിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് എന്ത് ചെയ്യും? ജൂലൈന്റെ നമ്മൾ ആഗസ്റ്റിലല്ല ബില്ല് ചെയ്യേണ്ടത്. ഇവന്മാരെന്ത് ചെയ്യും? എല്ലാ ബില്ലും 18th ജൂലൈക്ക് മുമ്പ് ചെയ്യും. ഓക്കെ, പേയ്മെന്റ് അപ്പൊ 2 കണ്ടീഷനും എന്തായി? 18th ജൂലൈക്ക് മുമ്പായി. ജൂലൈയിലെ മാസത്തെ ഇൻവോയ്സ് അവൻ ചെയ്യുമ്പോൾ ഇവരെന്ത് ചെയ്യും? എല്ലാ ബില്ലും എടുത്തിട്ട് 18th ജൂലൈക്ക് മുമ്പ് ഇടും. 2 കണ്ടീഷനും 12-ലേക്ക് വരാൻ വേണ്ടി. ഓക്കെ, അപ്പൊ ഞാനത് പ്രാക്ടിക്കലി ചെയ്തത് കൊണ്ടാണ് ഞാനത് എന്താക്കി മാറ്റിയത്? ആഗസ്റ്റിലേക്ക് ബില്ലിങ്ങും എമൗണ്ടും കിട്ടിയത്. ആഗസ്റ്റിൽ ബില്ലിങ്ങും എമൗണ്ട് ആകുമ്പോൾ ആഗസ്റ്റ് മാസത്തെ റിട്ടേണിൽ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റൂലല്ലോ. ക്ലിയർ ആയോ? അത് പൃഥ്വിന് ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ GST ഇടക്കിടക്ക് റേറ്റ് ചേഞ്ച് ചെയ്യും. അപ്പൊ നിങ്ങളോട് ബോസ് ചോദിക്കും ഏത് റേറ്റ് ഓഫ് ആണ് ഡിജിനെ. ഇവര് ചോദിക്കും, ഷമീൽ ചോദിക്കും ഇത് ഏത് റേറ്റിൽ ഇടണം എന്ന് ചോദിക്കും. അന്നേരം പറയേണ്ടത് 2 ട്രാൻസാക്ഷൻസ് എപ്പോഴാണോ നടക്കുന്നത് ആ ടൈമിന്റെ റേറ്റ് ഓഫ് ടാക്സ് എത്രയാണോ അതാണ് ആ ട്രാൻസാക്ഷന്റെ റേറ്റ് ഓഫ് ടാക്സ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. സംശയം ഉണ്ടെങ്കിൽ സെക്ഷൻ 14 ഒന്ന് വായിച്ചു നോക്കണം. GSTന്റെ ബുക്ക് ഉണ്ടെങ്കിൽ സെക്ഷൻ 14-ലാണ് ഇതിനെപ്പറ്റി പറയുന്നത്. CGST ആക്ട് സെക്ഷൻ 14-ലാണ് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇത് റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് റേറ്റ് ഫൈൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ടൈം ഓഫ് സപ്ലൈന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സംഭവം തന്നെയാണ്. ഇനി ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്നുള്ളൊരു കൺസെപ്റ്റ് കേട്ടിട്ടുണ്ടോ? ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ പൃഥ്വിന് അറിയായിരിക്കും. പൃഥ്വിന് അറിയില്ല ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ? ഇല്ല, പറഞ്ഞില്ലേ? അവിടെ പറഞ്ഞില്ലേ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ? ക്ലാസ്സിലേ ഇരുന്നിട്ടുള്ളൂ. മായ മാഡം ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ ഓർമ്മയുണ്ടോ? ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന് പറഞ്ഞാല് ഇൻപുട്ട് ടാക്സിന്റെ റേറ്റ് കൂടുതലും ഔട്ട്പുട്ട് ടാക്സിന്റെ റേറ്റ് കുറയുന്ന അവസ്ഥയാണ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് ടാക്സിന്റെ റേറ്റ് ഓഫ് ടാക്സ് 12%-ഉം ഇൻപുട്ട് ടാക്സിന്റെ റേറ്റ് ഓഫ് ടാക്സ് 18%-ഉം ഉണ്ടാകുന്ന അവസ്ഥേനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. എപ്പോഴെങ്കിലും പത്രങ്ങളിലൊക്കെ നിർമ്മല സീതാരാമൻ GST കൗൺസിലൊക്കെ പോകുമ്പോൾ നമ്മളെ പത്രമാധ്യമങ്ങളൊക്കെ പറയാറുണ്ട് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചറിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് GST റേറ്റ് കൂട്ടിയെന്നൊക്കെ പറയാറുണ്ട്. പത്രങ്ങളൊക്കെ വായനാശീലം നമ്മൾ കുറവല്ലേ, അതുകൊണ്ടാണ് നമ്മൾ ഇതൊന്നും കേൾക്കാത്തത്. അപ്പൊ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന് കേൾക്കുമ്പോൾ ഇനി മനസ്സിലാക്കുക, ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ടാക്സിന്റെ റേറ്റ് ഓഫ് ടാക്സ് കുറവും ഇൻപുട്ട് ടാക്സിന്റെ റേറ്റ് ഓഫ് ടാക്സ് കൂടുന്ന അവസ്ഥയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. അങ്ങനെ സംഭവിക്കുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? അതായത് ഇൻപുട്ട് ടാക്സിന്റെ റേറ്റ് കൂടുതലും ഔട്ട്പുട്ട് ടാക്സിന്റെ റേറ്റ് കുറയുന്നതും സാഹചര്യങ്ങൾ ഉണ്ടാകുമോ? സെയില് കുറയുമ്പോ? അതല്ലടാ, എമൗണ്ട് അല്ല, റേറ്റ് ഓഫ് ടാക്സ്. അതായത് ഇൻപുട്ടിന്റെ റേറ്റ് 18%, ഓക്കെ, ഔട്ട്പുട്ടിന്റെ റേറ്റ് 12%. അല്ലാണ്ട് സെയില് കുറയുമ്പോൾ എന്നുള്ള എമൗണ്ട് അല്ല പറയുന്നത്, റേറ്റ് ഓഫ് ടാക്സ് ആണ് ഞാൻ പറയുന്നത്.
അതായത് ഇൻപുട്ടിന്റെ 18% അല്ലെ 28%. അത് കൊണ്ട് ഉണ്ടാക്കുന്ന സാധനത്തിന്റെ റേറ്റ് എത്ര? ഔട്ട്പുട്ട് ടാക്സിന്റെ റേറ്റ് എത്ര? 12%. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാവോ? സിറ്റുവേഷൻസ് ഉണ്ടാവോ? അല്ലെങ്കിൽ ഇതൊരു തിയറി അതായത് മാത്രമാണ്? റോ മെറ്റീരിയൽസിന് റേറ്റ് കുറവും അല്ല കൂടുതലും, ഫിനിഷ്ഡ് ഫിനിഷ്ഡ് ഗുഡ്സിന് റേറ്റ് കുറവ്. അതായത് മാനുഫാക്ചറിങ് യൂണിറ്റിൽ സംഭവിക്കും അല്ലെ. പിന്നെ അതായത് ഇൻപുട്ട് ടാക്സിന്റെ റേറ്റ് കൂടുതലായിരിക്കും, അത് വെച്ച് ഉണ്ടാക്കുന്ന ഔട്ട്പുട്ട് ടാക്സിന്റെ റേറ്റ് എത്രയായിരിക്കും? പിന്നെ കുറവും ആകും. അത് ഈ 18 ജൂലൈ 2022 ഗവൺമെന്റ് പ്രധാനമായിട്ടും ആ ഒരു പത്രങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ നോക്കിയാൽ അതിൽ പറയുന്നത് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചറിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി, അതിനെ ഉയർത്താൻ വേണ്ടി, അതിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് കുറെ സാധനങ്ങളുടെ റേറ്റ് ഓഫ് ടാക്സ് കൂട്ടിയത് എന്ന് ഗവൺമെന്റ് പറയുന്നുണ്ട്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് PWD കോൺട്രാക്ട്. ഈ PWD കോൺട്രാക്ടറുടെ ഔട്ട്പുട്ട് ടാക്സ് എത്രയാണ്? 12% 18 ജൂലൈ 2022 വരെ. ഓക്കെ, ഇവര് വാങ്ങിയ സ്റ്റീല്, സിമെന്റ്, ഇതിന്റെ ഒക്കെ എന്താണ് 28%, 18%. ഇതൊക്കെയാണ് ഇവർ വാങ്ങുന്ന സാധനങ്ങളുടെ റേറ്റ് ഓഫ് ടാക്സ്. അതായത് ഇൻപുട്ട് ടാക്സിന്റെ റേറ്റ് എന്താണ്? കൂടുന്നു. പക്ഷെങ്കിൽ ഇവർ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് ഗവൺമെന്റിന് ബില്ല് കൊടുക്കുമ്പോൾ അത്രേ ഉള്ളൂ, 12% ഉള്ളൂ. ഇവർ വാങ്ങുന്ന സാധനങ്ങളുടെ ഒക്കെ റേറ്റ് എത്രയാണ്? 18ഉം 28ഉമാണ്. ഇതിനെ ഒന്ന് കൂട്ടാൻ വേണ്ടിയാണ്, മാറ്റാൻ വേണ്ടിയാണ് ഗവൺമെന്റ് എന്ത് ചെയ്തത്? 18 ജൂലൈക്ക് ഈ 12% പിടിച്ചിട്ട് എന്താക്കി? 18% ഉയർത്തി ഔട്ട്പുട്ട് ടാക്സിന്. അപ്പൊ എന്തായി? അവർ വാങ്ങുന്ന എല്ലാ സാധനങ്ങളുടെയും റേറ്റ് എന്താണ്? ഏതാണ്ട് 18%. അവരുടെ ഔട്ട്പുട്ടും 18% ആക്കുമ്പോൾ എന്താക്കി? ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ ബാലൻസ് ചെയ്തു വരും. കുറഞ്ഞ് അതിന്റെ ഇത് തീവ്രത അത്രയും ഉണ്ടാവില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇത് മനസ്സിലായോ? ഇത് ക്ലിയർ ആയോ? ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ ഡിജിന ക്ലിയർ ആണോ? ഇത് എവിടെയെങ്കിലും പിന്നെ നോട്ട് എഴുതി വെക്കണേ മാം. പിന്നെ ഇടയ്ക്ക് വായിച്ചു നോക്കണം. കാരണം അല്ലായെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്നൊക്കെ പറയും, പിന്നെ അപ്പൊ നിങ്ങൾ വല്ല സ്ഥലത്ത് ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഈ സാധനം എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ഭാവേ ഉണ്ടാവുള്ളൂ. പൃഥ്വിന് ഇതെനിക്ക് തോന്നുന്നു ഞാൻ അവിടെ പറയാൻ ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാല് ഞാൻ ഈ ടൈം ഓഫ് സപ്ലൈ പറയുമ്പോൾ ഇത് പറയാറ്. ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ റേറ്റ് ഓഫ് ടാക്സ് ഉണ്ടല്ലോ, അപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നു ഇതിന്റെ കൂടെ തന്നെ ഞാൻ പറയുന്ന ഒരു സംഭവമാണ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ. അത് ഓർമ്മയില്ല. കാരണം ഇത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കണം, വായിക്കണം. കാരണം നീ ആ റേറ്റ് ഓഫ് ടാക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ഇത് പറഞ്ഞിട്ടില്ല, ആ സമയത്ത് നീ ഉണ്ടായിരുന്നല്ലോ. അതിന്റെ കൂടെ തന്നെ ഞാൻ പറയുന്ന ഒരു സംഭവമാണ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്നുള്ളതും. അപ്പോ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ നോട്ട്സ് അയച്ചു തരാം, പക്ഷെ ഇതൊന്ന് എഴുതി വെച്ചിട്ട് ഒന്ന് വായിച്ചു നോക്കണം. എങ്കിലേ നമ്മളെ മനസ്സിൽ എന്താവുള്ളൂ, ഉറപ്പുള്ളൂ. അല്ലെങ്കിൽ 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത്. അതിന് ഒരു എക്സാമ്പിളും കൂടി ഞാൻ പറയാം. വർക്ക്സ് കോൺട്രാക്ട് ടാക്സ് എന്ന് കേട്ടിട്ടുണ്ടോ? വർക്ക്സ് കോൺട്രാക്ട് എന്നുള്ളൊരു കൺസെപ്റ്റ് കേട്ടിട്ടുണ്ടോ? ഡിജിനെ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേൾക്കാൻ ചാൻസ് ഉണ്ടല്ലോ. ഇലക്ട്രോണിക് ഐറ്റംസ് നമ്മൾ ചില സ്ഥലത്ത് എന്ത് ചെയ്യും? വിൽക്കുകയും ചെയ്യും. നമ്മൾ ഇൻസ്റ്റലേഷൻ, ഇപ്പം ഒരു AC കോൺട്രാക്ടർ ആണെങ്കിൽ അവരെന്ത് ചെയ്യാറുണ്ട്? ഒരു 10 എയർ കണ്ടീഷനിങ് സപ്ലൈയും ചെയ്യും, അത് ഇൻസ്റ്റലേഷനും ചെയ്യുകയാണെങ്കിൽ, അതായത് ഗുഡ്സ് സപ്ലൈയും സർവീസ് പ്രൊവൈഡിങ്ങും ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുക? വർക്ക്സ് കോൺട്രാക്ട് എന്ന് വിളിക്കുക. അതായത് അവർ ട്രേഡേഴ്സുമാണ്, അതേപോലെ തന്നെ അവരെന്താണ്? സർവീസ് പ്രൊവൈഡറുമാണ്. അവർ AC ബുക്കും ചെയ്യും, ആ AC ഇൻസ്റ്റലേഷനും ചെയ്യും. ഈ 2 പ്രവൃത്തിയും ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വർക്ക്സ് കോൺട്രാക്ട് എന്ന്. കേട്ടില്ലേ ഈ പേര്? ആരും കേട്ടില്ലേ? മാം കേട്ടില്ലേ? ഓക്കെ, പൃഥ്വിൻ കേട്ടിട്ടില്ലേ ഇത്? ഒരു വേർഡ് കേട്ടിട്ടുണ്ട്, അതിന്റെ കാര്യത്തെ കുറിച്ച് വല്ല അറിയില്ലായിരുന്നു. അറിയില്ല. ഡിജിന കേട്ടിട്ടില്ല? കാരണം ഷമീം ഇതൊക്കെ ചെയ്യുന്നതായിരിക്കും അധികം. അതായത് സാധനം സപ്ലൈയും ഉണ്ടാകും, ആ ഇൻസ്റ്റലേഷൻ പരിപാടി ഉണ്ടാവും. അത് രണ്ടും ഒരു കോൺട്രാക്ടർ ആയിരിക്കാം അധികം. ഇത് രണ്ടും ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വർക്ക്സ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. GSTക്ക് മുമ്പ് സർവീസ് ടാക്സിലും വാറ്റിലും ഇത് ഭയങ്കര തലവേദനയാണ്. കാരണം സർവീസ് ടാക്സുകാർ പറയും രണ്ടിലും രജിസ്ട്രേഷൻ വേണം. വർക്ക്സ് കോൺട്രാക്ട് GST സർവീസ് ടാക്സും വേണമായിരുന്നു, വാറ്റും വേണമായിരുന്നു GSTക്ക് മുമ്പ്. രണ്ടും ഒന്നായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ഇപ്പൊ പോകുന്നു. അപ്പോ വാറ്റുകാർ പറയും നിങ്ങൾ ചെയ്ത സർവീസ്, അതായത് വർക്ക്സിൽ 70% ഗുഡ്സ് ഇൻവോൾവ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 70% വാറ്റിൽ ടാക്സ് അടക്കണം. സർവീസ് പ്രൊവൈഡേഴ്സ് പറയും നിങ്ങൾ ചെയ്ത 70% എന്താണ്? ലേബർ കോമ്പോണന്റ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 70% സർവീസ് ടാക്സ് അടക്കണം എന്ന് പറയും. അപ്പോൾ 70% വാറ്റിനും കൊടുക്കണം, 70% സർവീസ് ടാക്സിനും കൊടുക്കണം.
ഇപ്പൊ 140% ഒക്കെയാണ് നമ്മൾ അവിടെ രണ്ടാൾക്കും ടാക്സ് വീതം വെച്ച് കൊടുക്കുമ്പോൾ ഒക്കെ ഉണ്ടാകുന്നത്. GST ആയതുകൊണ്ട് രണ്ടും ഒന്നിൽ വന്നതുകൊണ്ട് എന്ത് പ്രശ്നമില്ല, 70 ഒന്നുമില്ല, 100% തന്നെ ഒരിതായി. അപ്പൊ GST പറയുന്നത് വർക്ക്സ് കോൺട്രാക്ട് എന്ന് പറയുന്നത് എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം GST വർക്ക്സ് കോൺട്രാക്ട്, അതായത് ഇങ്ങനെ ഒരു കോൺട്രാക്ടർ ഉണ്ടെങ്കിൽ സപ്ലൈയും സർവീസും രണ്ടും ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ GST പറയുന്നത് നിങ്ങളെ വർക്ക്സ് കോൺട്രാക്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അല്ല സോറി, ഇങ്ങനെയുള്ള വർക്ക്സ് കോൺട്രാക്ടറെ സർവീസ് പ്രൊവൈഡർ ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, GST വർക്ക്സ് കോൺട്രാക്ടറെ എല്ലാവരെയും ട്രീറ്റ് ചെയ്യുന്നത് എന്തായിട്ടാണ്, സർവീസ് പ്രൊവൈഡർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ സർവീസ് പ്രൊവൈഡേഴ്സിന്റെ GST റേറ്റ് പൊതുവെ ഒരു ഒട്ടുമുക്ക സർവീസ് പ്രൊവൈഡേഴ്സിന്റെയും സർവീസിന്റെയും റേറ്റ് ഓഫ് ടാക്സ് എത്രയാണ് GST-യിൽ? 18%. ഓക്കെ, 18% ആണ് GST-യുടെ റേറ്റ്. അപ്പോൾ വർക്ക്സ് കോൺട്രാക്ടിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു GST? സർവീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറഞ്ഞു. സർവീസിന്റെ റേറ്റ് ഓഫ് ടാക്സ് എത്രയാണ്? 18%. ഇനി ഒരു AC കോൺട്രാക്ടർ നമ്മൾ നോക്കുവാണെങ്കിൽ എയർ കണ്ടീഷനിങ്ങിന്റെ റേറ്റ് ഓഫ് ടാക്സ് എത്രയാണ്? 28%. ഇപ്പം പൃഥ്വിന്റെ വീട്ടില് എന്നോട് പൃഥ്വിൻ പറയുന്നത് ഒരു 10 AC നിങ്ങൾ എന്ത് ചെയ്യണം, സപ്ലൈയും ചെയ്യണം, ഇൻസ്റ്റലേഷനും നടത്തണം എന്ന് പറയുന്നു. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ബ്ലൂ സ്റ്റാറിന്ന് 10 AC വാങ്ങുന്നു. അപ്പൊ ബ്ലൂ സ്റ്റാർ ആ 10 ACക്ക് എത്രയാണ് റേറ്റ് ഓഫ് ടാക്സ് ഇടുക? 28% ഇടുക. കാരണം ബ്ലൂ സ്റ്റാർ എന്തേ ചെയ്യുന്നുള്ളൂ, AC സെയിലേ ചെയ്യുന്നുള്ളൂ. അപ്പൊ AC സെയിൽ ചെയ്യുമ്പോൾ ആ ACന്റെ റേറ്റ് ഓഫ് ടാക്സ് എത്രയാണ്? 28%. ഞാൻ ആ 10 AC വാങ്ങുന്നു, ഞാൻ എന്ത് ചെയ്യുന്നത്, പൃഥ്വിന് AC ബുക്കും ചെയ്യുന്നു, ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോൾ ഞാൻ എന്തായി, വർക്ക്സ് കോൺട്രാക്ട് ആയി. അപ്പൊ എനിക്ക് എത്ര റേറ്റ് ഓഫ് ടാക്സ് വേണ്ടു? 18% വേണ്ടു. അപ്പൊ എനിക്ക് ഇൻപുട്ട് എത്ര കിട്ടി? 10 ACന്റെ 28% കിട്ടി. പക്ഷെ എന്റെ ഔട്ട്പുട്ട് എത്രയേ പോകുന്നുള്ളൂ? ഞാൻ വർക്ക്സ് കോൺട്രാക്ട് ആയതുകൊണ്ട് 18% പോകുന്നുള്ളൂ. ഇതാണ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് വർക്ക്സ് കോൺട്രാക്ട് പറഞ്ഞു. അതും GST-യിൽ ഒരു ഇമ്പോർട്ടന്റ് ടേം ആണ്, അതും മനസ്സിലാക്കണം. ഓക്കെ, ഇനി എപ്പോഴെങ്കിലും ഏതെങ്കിലും ആള് ചോദിക്കുന്ന ഒരു ഇന്റർവ്യൂവിനായിട്ട് പോകുമ്പോൾ എന്താണ് വർക്ക്സ് കോൺട്രാക്ട് എന്ന് വെച്ചാൽ, വർക്ക്സ് കോൺട്രാക്ട് എങ്ങനെന്തോ പണ്ടാരോ കേട്ടിട്ടുണ്ട്, ഇപ്പൊ വേർഡ് എവിടെയോ കേട്ടിട്ടുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ പോരാ. വർക്ക്സ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടന്റ് ടേം ആണ്. എന്ത് ചെയ്യണം, ഇൻസ്റ്റലേഷനും സർവീസ് പ്രൊവൈഡിങ്ങും ഉണ്ടാവണം. അതേപോലെ തന്നെ ഗുഡ്സും സെയിൽ ആൻഡ് സർവീസ് രണ്ടും ഉണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വർക്ക്സ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അവരെ GST-യിൽ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം എന്നാണ് GST പറയുന്നത്? സർവീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്നാണ് GST പറയുന്നത്. ക്ലിയർ ആയോ ഇത്രയും? അപ്പോ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും 5 സപ്ലൈനെ പറ്റി പറഞ്ഞു. ടൈം ഓഫ് സപ്ലൈ പറഞ്ഞു, പ്ലസ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഭാഗം RCM. നമുക്ക് അടുത്ത ക്ലാസ് മുതൽ ഇൻപുട്ട് ടാക്സ് ആണ് ഉണ്ടാവുക. അപ്പൊ ഇന്ന് RCM-നെ കൂടി ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് പോവാം. റിവേഴ്സ് ചാർജ് മെക്കാനിസം, RCM കേട്ടിട്ടുണ്ടോ? RCM എന്നുള്ള വേർഡ് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? കേട്ടിട്ടുണ്ട്. ഓക്കെ, സന്ദീപ് കേട്ടിട്ടുണ്ടോ? ഇല്ല സാർ, കേട്ടിട്ടില്ല. എവിടെയും കേട്ടിട്ടില്ല ഈ RCM എന്നുള്ളത്? GST എവിടെയും ബോർഡ് എവിടെയും കണ്ടിട്ടില്ല. GST കൺസെപ്റ്റിൽ RCM കണ്ടിട്ടില്ല. ഓക്കെ, എവിടെയും ഇത് കണ്ടിട്ടില്ലേ? RCM എന്നുള്ള ബോർഡ് എവിടെയും കണ്ടിട്ടില്ലേ? നമ്മളെ ഇവിടെയൊക്കെ എന്തോ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഉണ്ടായിരുന്നു RCM, ഇവിടെയൊക്കെ ബോർഡ് കാണാം RCM എന്നൊക്കെ പറഞ്ഞിട്ട്. ഡിജിനെ കണ്ടിട്ടില്ല RCM? അപ്പൊ RCM എന്ന് പറഞ്ഞത് റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്നുള്ള കൺസെപ്റ്റിലാണ് RCM പറയുന്നത്. ഞാനൊരു റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സർവീസ് റിസീവ് ചെയ്യുന്നവര് അല്ലെ ഗുഡ്സ് വാങ്ങുന്നവര് ടാക്സ് അടയ്ക്കുക എന്നുള്ള കൺസെപ്റ്റാണ്. സ്വാഭാവികമായിട്ടും എന്താണ് ഉണ്ടാവാറ്? ഗുഡ്സ് സെയിൽ ചെയ്യുന്നവര് അല്ലെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവരാണ് എന്ത് ചെയ്യുന്നത്? ടാക്സ് അടക്കുന്നത്. റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ ഗുഡ്സ് റിസീവ് ചെയ്യുന്നവര്, സർവീസ് റിസീവ് ചെയ്യുന്നവര് ടാക്സ് അടയ്ക്കുക എന്നുള്ള കൺസെപ്റ്റ് ആണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം. അങ്ങനെ ഉണ്ടാവുമോ? അങ്ങനെ ഒരു റിവേഴ്സ് ചാർജ് മെക്കാനിസം പ്രാക്ടിക്കലി ഓക്കെ ആണോ? അങ്ങനെ ഉണ്ടാവുമോ പൃഥ്വിൻ? അങ്ങനെ ഉണ്ടാവുമോ? പൃഥ്വിന് ഒരു കണ്ണാടിപ്പറമ്പിൽ ഒരു ചെരുപ്പ് കടയിൽ പോകുന്നു. അപ്പൊ ചെരുപ്പ് സെയിൽ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ സെയിൽ ചെയ്തു, 500 രൂപയാണ്, 50 രൂപ ടാക്സ്. പൃഥ്വിൻ പറയുന്നു ഈ 50 രൂപ ഞാൻ അടച്ചോളൂ, നിങ്ങൾ അടക്കണ്ട എന്ന് പറഞ്ഞാൽ കടക്കാരൻ കേൾക്കുമോ? അതാണോ റിവേഴ്സ് ചാർജ് മെക്കാനിസം? ഞാൻ പറഞ്ഞു റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറയുന്നത്
ഗുഡ്സ് വാങ്ങുന്നവര് അല്ലെ സർവീസ് റിസീവ് ചെയ്യുന്നവര് ടാക്സ് അടക്കുന്ന സിസ്റ്റത്തിനാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇത് പ്രാക്ടിക്കലി ക്ലിയർ ആകുമോ പൃഥ്വി? ആ പാർട്ടി അൺരജിസ്റ്റേർഡ് ആയിരിക്കും, അങ്ങനെ ആകുമ്പോഴല്ലേ ഈ ഒരു സിറ്റുവേഷൻ വരുക. ഓക്കെ, ഗുഡ്. അപ്പൊ ഞാൻ അങ്ങനെ കണ്ണാടിപ്പുറമ്പ് പോയിട്ട് അല്ലെങ്കിൽ പുലൂപ്പി പോയിട്ട് അങ്ങനെ ഒരു ചെരുപ്പ് കടയിൽ പോയിട്ട് ഞാൻ പറയുന്നത് ഞാൻ ടാക്സ് അടച്ചോളാം എന്ന് പറഞ്ഞാല് പൃഥ്വിനെ വിടുവോ അവര്? ഏതായാലും നീ ടാക്സ് അടച്ചോ, 500 മതി എന്ന് പറയോ? ഞാനിപ്പോ പറഞ്ഞ കൺസെപ്റ്റ് ആണെങ്കിൽ സ്വാഭാവികമായും പറയില്ല, പക്ഷെ ആ രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ അയാൾക്ക് ആ ടാക്സ് അടക്കാനോ അതിന്റെ ക്ലെയിം ചെയ്യാനോ പറ്റൂലല്ലോ. പറ്റൂല. ഓക്കെ, മായ മാം എന്താണ് അഭിപ്രായം? നമുക്ക് അങ്ങനെ അതായത് നമ്മള് ടാക്സ് അടച്ചിട്ട് ടാക്സ് എടുക്കുന്നുണ്ട്, ITC എടുക്കുന്നുണ്ട്. അല്ല, ഞാൻ ഒറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുള്ളൂ. ITCന്റെ കാര്യം വിട്. ഇപ്പൊ മായ മാഡം എറണാകുളത്തുനിന്ന് ഒരു ഷോപ്പ് പോയിട്ട് മായ മാഡത്തിന് റിവേഴ്സ് ചാർജ് മെക്കാനിസം കേട്ടിട്ടുണ്ട്. അതായത് ഞാനിപ്പോ പറഞ്ഞു, നമ്മളൊരു പകുതി നോളജ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, അതായത് സർവീസ് റിസീവർ അല്ലെങ്കിൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നവരാണ് ടാക്സ് കൊടുക്കുന്ന സിസ്റ്റം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മായ മാഡം പോയിട്ട് ഒരു എറണാകുളത്തുള്ള ഒരു ഷോപ്പ് പോയിട്ട് ഒരു സാധനം വാങ്ങുമ്പോൾ പറയുന്നത് ഞാൻ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ ഞാൻ ടാക്സ് അടക്കാം എന്ന് ഷോപ്പുകാരനോട് പറയുമ്പോൾ ഷോപ്പുകാരൻ സമ്മതിക്കുമോ ഇല്ലയോ? ITCന്റെ കാര്യം പോയി ഞാൻ ചോദിക്കുന്നത്, ഈ RCM എന്നുള്ള കൺസെപ്റ്റ് തിയറി മാത്രമാണോ, അത് പ്രാക്ടിക്കലി ക്ലിയർ ആണോ എന്നറിയാൻ വേണ്ടിയാണ്. മായ മാഡം എന്താ മനസ്സിലാക്കിയത്? അങ്ങനെ ചെയ്യാൻ വിടുമോ? അതിന്റെ കണ്ടീഷൻസ് വെച്ചിട്ട്. ഓക്കെ, ഞാൻ എന്നാൽ അതിന്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ GST എന്ന് പറയുന്നത് സർവീസ് ടാക്സ്, പിന്നെ സെൻട്രൽ എക്സൈസ്, ഇതിന്റെ ഒക്കെ എന്താണ് മിക്സഡ് ആയിട്ടുള്ള രൂപമാണ്. 1994 ആണ് നമ്മൾക്ക് സർവീസ് ടാക്സ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ഇന്ത്യൻ ടാക്സ് സിസ്റ്റത്തിലേക്ക് മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൊണ്ടുവരുന്നു. സർവീസ് ടാക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ ഇന്ത്യൻ ടാക്സ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നത് 1994 അദ്ദേഹം ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത്. അന്ന് അദ്ദേഹം ഒരു 3 സർവീസിന് മാത്രമേ ഇവിടത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ, സർവീസ് ടാക്സിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ. കാരണം പുള്ളിക്ക് നമ്മളെ വിഷമങ്ങളൊക്കെ അറിയുന്നതായിരുന്നു. ഈ GST പോലെ ലേഡി പ്രശ്നമാക്കിയിട്ടില്ല. പുള്ളിക്ക് അറിയാം ഇതെല്ലാം കൊണ്ടുവന്നാല് ഇവിടെ മൊത്തം കൊള്ളാകും. അതുകൊണ്ട് ഒരു ടെസ്റ്റിംഗ് പോലെ നമുക്ക് പറയാറില്ലേ, നമുക്കൊരു മെഡിസിൻ കിട്ടുന്നതിന് മുമ്പ് പിന്നെ എലിക്കൊക്കെ ആദ്യം പരീക്ഷിച്ച് കൊടുക്കുന്നത് പോലെ മൻമോഹൻ സിംഗ് എന്ത് ചെയ്തു, ചെറിയ ഒരു 3 ഇൻഡസ്ട്രീനെ പിടിച്ചിട്ട് അതിന് മാത്രം സർവീസ് ടാക്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, ഇത് നടക്കുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോ അത് 3 എണ്ണത്തില് മൻമോഹൻ സിംഗ് കൊണ്ടുവന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ഫിനാൻസ് മിനിസ്റ്റർ മാറി, ഒരു 2000 ഒക്കെ ആകുമ്പോൾ ചിദംബരം കയറി വന്നു. ചിദംബരം കയറിയപ്പോ ചിദംബരത്തിന് മനസ്സിലായി വലിയൊരു സർവീസ് ഇൻഡസ്ട്രി സർവീസ് ടാക്സിന്റെ പുറത്താണുള്ളതെന്ന് ചിദംബരത്തിന് മനസ്സിലായി. ചിദംബരം എന്ത് ചെയ്തു? ചിദംബരം ആ ഇൻഡസ്ട്രീനെ പിടിച്ചിട്ട് അദ്ദേഹത്തിന്റെ നെക്സ്റ്റ് ബഡ്ജറ്റിൽ സർവീസ് ടാക്സിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു. അതായത് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ഇൻഡസ്ട്രീനെ പിടിച്ചിട്ട് ചിദംബരം എന്ത് ചെയ്തു? ചിദംബരം സർവീസ് ടാക്സിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ സർവീസ് ടാക്സിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നപ്പോ നെക്സ്റ്റ് ഡേ വലിയ വലിയ ട്രാൻസ്പോർട്ട് കമ്പനിയായ TCI, ഗത്തി, ഈ കമ്പനികളൊക്കെ എന്ത് ചെയ്തു? സ്ട്രൈക്ക് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യില്ല, ഓടൂല, നമ്മൾ എടുക്കുന്ന സർവീസ് ടാക്സ് നിങ്ങൾ അങ്ങനെ വാങ്ങണ്ട എന്നുള്ള കൺസെപ്റ്റിൽ TCI പോലുള്ള വലിയ വലിയ കമ്പനികളൊക്കെ നിലപാടെടുത്തു. ആ നിലപാടെടുത്തതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു? ആരും ഓടാൻ തുടങ്ങിയില്ല, എല്ലാം സ്ട്രൈക്കായി. ട്രാൻസ്പോർട്ടേഷൻ കംപ്ലീറ്റ് സ്ട്രൈക്കായി. ട്രാൻസ്പോർട്ടേഷൻ കംപ്ലീറ്റ് സ്ട്രൈക്കായപ്പോ ചിദംബരത്തിന് കാര്യം മനസ്സിലായി, ഇതേ പോക്കാണെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു ട്രാൻസ്പോർട്ട് ഓടില്ല. കേരളം നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണോ അല്ല മാനുഫാക്ചറിങ് സ്റ്റേറ്റ് ആണോ? നമ്മൾ കൺസ്യൂമർ സ്റ്റേറ്റ് ആണോ? കൺസ്യൂമർ ആണല്ലോ മാനുഫാക്ചറിങ് സ്റ്റേറ്റ് ആണോ? നമ്മൾ എന്തെങ്കിലും പുറത്തുനിന്ന് കിട്ടിയാലേ നമ്മൾ കഴിക്കുള്ളൂ അല്ലെ? തമിഴ്നാട്ടിൽ നിന്ന് സാധനം വരണം, ആന്ധ്രയിൽ നിന്ന് അരി വരണം, എങ്കിലേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ജീവിക്കുള്ളൂ. ട്രാൻസ്പോർട്ടേഷൻ ഇതാകുമ്പോൾ ഒന്നും വരൂല, ഇങ്ങോട്ടേക്കൊന്നും വരൂല. അപ്പൊ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ എന്താകും, പട്ടിണിയൊക്കെ ആവും. അപ്പൊ ഇത് കണ്ടപ്പോ ചിദംബരത്തിന് കാര്യം മനസ്സിലായി, ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആക്കുവാണെങ്കിൽ അവരതിലും വലിയ സ്ട്രിക്റ്റ് ആക്കും, അവർ വണ്ടിയൊന്നും ഓടിക്കൂല എന്ന് മനസ്സിലായി. അപ്പൊ ചിദംബരം എന്ത് ചെയ്തു? ചിദംബരം ഇവരൊക്കെ വിളിച്ചു, ഈ ട്രാൻസ്പോർട്ട് മുതലാളിമാരൊക്കെ പിന്നെ ഒരു മീറ്റിങ്ങിന് വേണ്ടി വിളിച്ചു. മീറ്റിങ്ങിന് വേണ്ടി വിളിച്ചപ്പോ ചിദംബരം ഒരു കോംപ്രമൈസ് ചർച്ച എന്നുള്ള നിലയിൽ ചിദംബരം ഒരു സാധനം അവരുടെ മുമ്പിൽ വെച്ചു. ചിദംബരം പറഞ്ഞു, നിങ്ങൾ സർവീസ് കൊടുക്കുന്നവര് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, ഫാക്ടറീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത കമ്പനി, അല്ല എങ്കിൽ പിന്നെ സെൻട്രൽ എക്സൈസ് രജിസ്ട്രേഷൻ ഉള്ളവര്, ഇങ്ങനെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങൾക്കാണ് നിങ്ങൾ സർവീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, സർവീസ് ടാക്സ് അടക്കണ്ട. നിങ്ങൾ അവർക്ക് ബില്ല് കൊടുത്താൽ മാത്രം മതി,
സർവീസ് ടാക്സ് ഇവന്മാരെ കൊണ്ട് ഞാൻ അടപ്പിച്ചോളുന്നു. അതായത് പിന്നെ ബോഡി കോർപ്പറേറ്റ്, പിന്നെ സെൻട്രൽ എക്സൈസ് രജിസ്ട്രേഷൻ ഉള്ളവര്, ഫാക്ടറീസ് ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ ഉള്ളവര്, ഇവർക്കൊക്കെയാണ് നിങ്ങൾ സർവീസ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, സർവീസ് ടാക്സ് അടക്കണ്ട, ഇവന്മാരെ കൊണ്ട് ഞാൻ സർവീസ് ടാക്സ് അടപ്പിച്ചോളാം, റിവേഴ്സ് ചാർജിൽ ഞാൻ സർവീസ് ടാക്സ് അടപ്പിച്ചോളാം എന്നുള്ളൊരു പ്രോമിസ് കൊടുക്കും. ഇപ്പൊ ഗത്തിനെയും DCIനെയും സംബന്ധിച്ച് ചെറിയ സാധാരണക്കാർക്കാണ് നിങ്ങൾ സർവീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സർവീസ് ടാക്സ് കളക്ട് ചെയ്യണം. കാരണം അവന്മാരെ പിടിക്കാൻ എനിക്ക് പറ്റൂല എന്നുള്ള ഒരു കോൺസെപ്റ്റ്. ഇപ്പൊ ഞാൻ റിവേഴ്സ് ചാർജിൽ ഞാനൊരു ഷോപ്പിൽ പോയിട്ട് പിന്നെ ചെരുപ്പ് ഞാൻ നേരത്തെ ചോദിച്ച പോലെ എന്നെ ഗവൺമെന്റ് എങ്ങനെ പിടിക്കാൻ പറ്റാനാണ്? അപ്പൊ സാധാരണക്കാരെ ഗവൺമെന്റിന് പിടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഗവൺമെന്റ് പറഞ്ഞു, സാധാരണക്കാർക്കാണ് നിങ്ങൾ സർവീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സർവീസ് ടാക്സ് കളക്ട് ചെയ്യണം. നിങ്ങൾ വലിയ വലിയ കോർപ്പറേറ്റിന്, ഫാക്ടറീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ഉള്ള ഫാക്ടറീസിന്, സെൻട്രൽ എക്സൈസ് പ്രകാരം രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങൾക്ക്, ഇവർക്കൊക്കെയാണ് നിങ്ങൾ സർവീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സർവീസ് ടാക്സ് കളക്ട് ചെയ്യേണ്ട, അവന്മാരെ കൊണ്ട് ഞാൻ റിവേഴ്സ് ചാർജിൽ അടപ്പിച്ചോളാം. നിങ്ങൾ സാധാരണക്കാരൻ സർവീസ് കൊടുക്കുമ്പോൾ മാത്രം എന്ത് ചെയ്താൽ മതി, സർവീസ് ടാക്സ് കളക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഗത്തിക്കും ഇവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അവര് പറഞ്ഞു സ്ട്രൈക്കൊക്കെ പിൻവലിച്ചു. കാരണം അവർക്ക് ഇനി ബാധിക്കുന്നില്ല, ഇനി സാധാരണക്കാരന് കൊടുക്കുമ്പോഴല്ലേ പ്രോബ്ലം ഉള്ളൂ. അവിടെ നിന്നാണ് ഇന്ത്യൻ ടാക്സ് സിസ്റ്റത്തിൽ എന്ത് വന്നത്, RCM, റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്നുള്ള കൺസെപ്റ്റ് വരുന്നത്. അത് ഇന്നും GTA, ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസി എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ആദ്യം GST വന്നപ്പാട് എല്ലാറ്റിനും അൺരജിസ്റ്റേർഡിന്റെ അടുക്കുന്ന വാങ്ങുന്ന എല്ലാറ്റിനും ഇതുണ്ടായിരുന്നു, RCM ഉണ്ടായിരുന്നു. അതായത് ഒരു ദിവസം 5000 രൂപേന്റെ മുകളിൽ പർച്ചേസ് നടത്തുകയാണെങ്കിൽ, അൺരജിസ്റ്റേർഡിന്റെ എടുക്കുന്ന 5000 രൂപയിൽ കൂടുതൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എന്താവണം, നമ്മൾ റിവേഴ്സ് ചാർജ് അടക്കണമായിരുന്നു. ഇതിന് നമുക്ക് ഇൻപുട്ട് എടുക്കാം, അടച്ചിട്ടാകുമ്പോൾ നമുക്ക് ഇൻപുട്ട് എടുക്കാം എന്നാണ് GST പറയുന്നത്. പക്ഷെ അത് ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ ആ സമയങ്ങളിലൊക്കെ ഞാൻ എറണാകുളത്തൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മാസം GST ഏതാണ്ട് ഒരു 30 രജിസ്ട്രേഷൻ ഒക്കെ എടുത്തിട്ടുണ്ട്. കാരണം എല്ലാവർക്കും എന്ത് വേണം, GST വേണം. അല്ലെങ്കിൽ അവരെടുക്കുന്നത് വാങ്ങുന്നവർക്ക് എന്ത് വരും, റിവേഴ്സ് ചാർജ് വരും. അപ്പൊ അത് നല്ല കൊയ്ത്തായിരുന്നു. ഞാൻ വെച്ച് ഇതേ പോക്കാണെങ്കിൽ GST ഉഷാറാക്കും എന്നൊക്കെ വിചാരിച്ചായിരുന്നു. സെപ്റ്റംബർ ആയപ്പോ ജെറ്റ്ലിക്ക് ഒരു പിന്നെ ബോധം വന്നു. ജെറ്റ്ലി പറഞ്ഞു അങ്ങനെ എല്ലാവർക്കും ഒന്നും വേണ്ട, പിന്നെ ഈ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസി, അഡ്വക്കേറ്റ് സർവീസ് ഇങ്ങനെയുള്ളവർക്കൊക്കെ മാത്രം 93, 94 എന്ന് പറയുന്ന 2 സെക്ഷനിലാണ് റിവേഴ്സ് ചാർജ് പറയുന്നത്. 93നെ മാത്രം നിലനിർത്തിയിട്ട് 94 ഗുഡ്സിനെ പറ്റിയാണ് പറയുന്നത്. ആ ഗുഡ്സിന്റെ കംപ്ലീറ്റ് ഒഴിവാക്കി ഗുഡ്സിൽ ഒരു 3 ഗുഡ്സിന് മാത്രമേ ഇപ്പൊ റിവേഴ്സ് ചാർജ് ഉള്ളൂ. ഒന്ന് BD ലീഫ്, അങ്ങനെ 3 അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ്, അധികം റബ്ബർ, ഇതിന് മാത്രമേ എന്തുള്ളൂ ഇപ്പം റിവേഴ്സ് ചാർജ് ഉള്ളൂ അഗ്രികൾച്ചറിന് എടുക്കുന്നത് വാങ്ങുമ്പോൾ ഉള്ളത്. ബാക്കിയൊക്കെ സർവീസിലേക്ക് തന്നെ കൊണ്ടുവന്നു റിവേഴ്സ് ചാർജ്. അതായത് സർവീസ് ടാക്സിലുള്ള അതേ സ്പോൺസർഷിപ്പ്, സെക്യൂരിറ്റി സർവീസ്, അതേപോലെ തന്നെ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസി, അഡ്വക്കേറ്റ് സർവീസ്, ഇതിന് മാത്രമാക്കി ലിമിറ്റ് ചെയ്തു റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്നുള്ള കൺസെപ്റ്റ്. ഇതാണ് RCM എന്നുള്ള കൺസെപ്റ്റ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയിനോ RCM? ഇതിന്റെ ഒരു ദൂഷ്യഫലം ഞാനിത് കുറെ ആൾക്ക് അപ്പൊ കോളേജ് ഓഫ് കോമേഴ്സ്, GTech, മറ്റേ ചെറുവത്തൂരിലൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ ശങ്കര എല്ലാവർക്കും ഈ ചിദംബരത്തിന്റെയും ജെറ്റ്ലിന്റെയും കഥ ഓർമ്മയുണ്ട്. RCM പിന്നെ കുറച്ച് കഴിയുമ്പോ എല്ലാവരും മറന്നു പോകാറുണ്ട്. കാരണം ഞാൻ പിന്നെ പോയി ചോദിക്കുമ്പോ RCM എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും RCM അത് കേട്ടിട്ടേ ഇല്ലല്ലോ സാറേ എന്ന് പറയും. ഞാൻ മറ്റേ ചിദംബരം ഈ കഥ അല്ലേ, ഈ കഥയില് കണക്ട് ചെയ്യുമ്പോൾ മാത്രം RCM ഓർമ്മ വരുന്നുണ്ട്. പക്ഷെ കഥയല്ലേലും മെയിൻ ആയിട്ട് നോക്കേണ്ടത് RCM എന്നുള്ള കൺസെപ്റ്റ് ആണ് പഠിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ ഇത്? RCM GST റിട്ടേണില് 3Bയിൽ 3 സ്ഥലത്ത് വരുന്നുണ്ട്. ഒന്ന് ഔട്ട്വേർഡ് സപ്ലൈന്റെ ഭാഗമായിട്ട് RCM, ഔട്ട്വേർഡ് സപ്ലൈന്റെ 3.1 എന്നുള്ള ടേബിളിൽ പിന്നെ RCM നമ്മളോട് അടക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പിന്നെ ഇതേ RCM നമ്മൾ ടേബിൾ 4 GSTR 3Bയിൽ ടേബിൾ 4 നമ്മളോട് ഇൻപുട്ട് എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഇതേ RCM നമ്മളോട് ചലാൻ ക്രിയേറ്റ് ചെയ്തിട്ട് അടക്കാൻ വേണ്ടി പറയുന്നുണ്ട്. GST റിട്ടേണിൽ RCM 3Bയിൽ 3 സ്ഥലത്താണ് വരുന്നത്. ഒന്ന് നമ്മളെ ഔട്ട്വേർഡ് സപ്ലൈ ഫില്ല് ചെയ്യുന്ന പിന്നെ കോളം നമ്പർ 3 ആ ഇതില് വരുന്നുണ്ട് RCM എന്നുള്ളത്. പിന്നീട് ഇൻപുട്ട് ടാക്സ് എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഇനി പിന്നീട് പറയുന്നത് നമ്മളോട് പിന്നെ ക്രിയേറ്റ് ചലാനിൽ പോയിട്ട് ചലാൻ അടക്കാനാണ് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും RCM ഈ 3 സിറ്റുവേഷനിൽ വരുന്നത്? 3 സ്ഥലത്തും RCM എന്തുകൊണ്ടായിരിക്കും വരുന്നത്? ഒന്ന് ഔട്ട്വേർഡ് സപ്ലൈന്റെ ഭാഗമായിട്ട്, അതായത് ഔട്ട്പുട്ട് ടാക്സ് ലാബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് RCM വരുന്നുണ്ട്. 2 ഇൻപുട്ട് ടാക്സ് എടുക്കുന്ന സ്ഥലത്ത് ടേബിൾ നമ്പർ 4 വരുന്നുണ്ട്. അടുത്തത് ചലാൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴും RCM വരുന്നുണ്ട്. ഈ 3 സ്ഥലത്താണ് GST റിട്ടേണിൽ RCMന്റെ റോൾ ഉണ്ടാകുന്നത്. അതൊന്ന് ഓർമ്മിച്ച് നോക്കൂ. നമുക്ക്
മറ്റൊരു സെഷനിലേക്ക്, അതായത് ഫിനാൻഷ്യൽ ജയന്തി എത്തിയിട്ടുണ്ട്, നമുക്ക് ആ ഒരു സെഷനിലേക്ക് പോകാം. ഓക്കെ ആണല്ലോ? അത് ഇതിന്റെ ആൻസർ ഞാൻ അടുത്ത ദിവസം പറഞ്ഞുതരാം. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് എന്തുകൊണ്ടാണ് മായ മാഡത്തിന് ചിലപ്പോ കിട്ടുമായിരിക്കും, പിന്നെ പൃഥ്വിനും ചിലപ്പോൾ അറിയാമായിരിക്കും. ബാക്കിയുള്ളവരൊന്ന് ആലോചിച്ച് നോക്കും എന്തുകൊണ്ട് ഈ 3 സിറ്റുവേഷനിൽ RCM വരുന്നു. ഒന്ന് ഔട്ട്വേർഡ് സപ്ലൈന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്, ഇത് ഇൻപുട്ട് എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്, ഇത് ചലാൻ അടക്കാനും ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ പറയണോ? അടുത്ത നെക്സ്റ്റ് സെഷനിൽ പറഞ്ഞാൽ പോരെ അത് അതിന്റെ ആൻസർ? മാമ പോരെ? പൃഥ്വി, ഡിജിന, അതൊന്ന് ആലോചിച്ച് നോക്ക് എന്തുകൊണ്ടാണ് ഇത് 3 സ്ഥലത്തും വരുന്നത് എന്നുള്ളത്. പിന്നെ ചിലപ്പോ എന്തെങ്കിലും ക്ലിക്ക് ആയിട്ടുണ്ടെങ്കിൽ, പൊട്ടത്തരമാണെങ്കിലും പറയാം, പിന്നെ എന്താണ് ഒരു ഐഡിയ, എന്തുകൊണ്ട് ഔട്ട്പുട്ട് ടാക്സ് ലാബിലിറ്റി ഇത് ക്രിയേറ്റ് ചെയ്യുന്നു, പിന്നെ എന്തുകൊണ്ട് ഇത് ഇൻപുട്ട് ടാക്സ് എടുക്കാൻ വേണ്ടി പറയുന്നു, എന്തുകൊണ്ട് ഇത് ചലാൻ അടക്കാൻ പറയുന്നു. ഈ 3 സിറ്റുവേഷൻ ആണ് RCM GST റിട്ടേണിലുള്ള റോള്. അത് 3 നോക്കാം. ഓക്കെ, ജയന്തേച്ചി. ഇപ്പം പിന്നെ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ക്ലോസിംഗ് അല്ലെ, 2 ദിവസം കൂടി ഉള്ളൂ. ജയന്തേച്ചി കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ജയന്തേച്ചി ഓക്കെ ആണോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ പിന്നെ ഇത് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എൻഡിങ്ങിന് വരുവാണ്. ഇനി 2 ദിവസം കൂടി ഉള്ളൂ. അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഇനി നിങ്ങളിപ്പം പ്രാക്ടിക്കലായിട്ട് അക്കൗണ്ടിങ്ങിലേക്ക് പോകുമ്പോഴും പിന്നെ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ടും GSTന്റെ പോയിന്റ് ഓഫ് വ്യൂല് മായമാം എന്തൊക്കെ ശ്രദ്ധിക്കണം? പിന്നെ ജയദേശ് മായമാടത്തിന് അറിയാൻ തോന്നുന്നു, പിന്നെ എറണാകുളത്ത് നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു, ക്ലാസ്സിൽ ഉണ്ടായിരുന്നു മായമ്മ. ജയന്തേച്ചി ഉള്ള സെഷനിൽ മായമാടത്തിന് അറിയില്ലേ? ജയന്തേച്ചിനെ അറിയില്ലേ? ഞാൻ സാറ് വിളിക്കുന്ന കേട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് മായമാം? പിന്നെ തെറ്റിയാലും പ്രശ്നമൊന്നുമില്ല, ഇവിടെ വലിയ ആരും എക്സ്പേർട്ടുകളൊന്നും ഇരിക്കുന്നൊന്നുമില്ല, ഓപ്പൺ ആയിട്ട് പറയാം. പിന്നെ മാഡത്തിന് അറിയുന്ന കാര്യം പറഞ്ഞാൽ മതി. ഓക്കെ, പിന്നെ മാഡത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂല് GSTയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കും? ഞാൻ ബാക്കി ആരെയും അധികം ചോദിക്കുന്നില്ല, കാരണം അവരൊക്കെ പിന്നെ അക്കൗണ്ടിങ് ഫീൽഡിൽ പുതിയവരാണ്, ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. മായ മാഡത്തിന്റെ കൺസെപ്റ്റിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ, ഇനി ക്ലാസ് അല്ല, ഇനി ഡിസ്കഷൻ, പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? തെറ്റിയ പ്രശ്നമൊന്നും ഇവിടെ അല്ലാണ്ട് പിന്നെ നിങ്ങൾക്ക് എവിടെയാ സംസാരിക്കും? ഇൻവോയ്സ് മൊത്തം 31-നുള്ളിൽ കിട്ടിയിരിക്കണം. അതുപോലെ പേയ്മെന്റുകളും ബില്ല് 31 മാർച്ചിനുള്ളിൽ ബില്ലൊക്കെ ക്ലിയർ ആയിരിക്കണം. ഓക്കെ, പിന്നെ പേയ്മെന്റ്സുകളും അതുപോലെ അതും ക്ലിയർ ചെയ്ത് സെറ്റിലാക്കണം. ഓക്കെ, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് GSTയുടെ പോയിന്റിൽ പറയാം. ഈ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ഞാൻ പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, 0 റേറ്റ് സപ്ലൈന്റെ ഭാഗമായിട്ട്. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത കൊല്ലം എക്സ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ 31 മാർച്ച് 2024 മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ലെറ്റർ ഓഫ് അണ്ടർടേക്കിങ്ങിന് അപ്ലിക്കേഷൻ കൊടുത്തിരിക്കണം, സബ്മിറ്റ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. മറ്റന്നാള്, അതായത് സൺഡേ 31 മാർച്ച് 2024 നമ്മൾ LUT ഫർണിഷ് ചെയ്തിട്ടില്ല എങ്കിൽ, അടുത്ത ഫിനാൻഷ്യൽ ഇയറിന്റെ LUT ഫർണിഷ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ LUT ഫർണിഷ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31 മാർച്ച് 2024. പിന്നെ രമ്യ അല്ലേ? ഓർമ്മയില്ലേ LUT ഫർണിഷ് ചെയ്തത്? ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗിന്റെ ലാസ്റ്റ് ഡേറ്റ് 31 മാർച്ച് 2024. 24-25 ഫിനാൻഷ്യൽ ഇയറിന്റെ എക്സ്പോർട്ടോ സെസ് യൂണിറ്റിലേക്കോ എന്തെങ്കിലും സപ്ലൈ ഉണ്ടെങ്കിൽ നമ്മൾ LUT എപ്പോൾ ഫർണിഷ് ചെയ്യണം? മറ്റന്നാളിലിടയ്ക്ക് ഫർണിഷ് ചെയ്യണം. അതാണ് GSTയുടെ മെയിൻ എന്ന് തോന്നുന്നത്. കാരണം ഇത് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ അടുത്ത വർഷം മൊത്തം എന്ത് ചെയ്യണം? ടാക്സ് അടക്കണം. ഓക്കെ, അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗിന്റെ ആപ്ലിക്കേഷൻ ഫർണിഷ് ചെയ്യുക. ഇനി രണ്ടാമത് GSTയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് കോമ്പോസിഷൻ സ്കീമിന് അപ്ലൈ. അടുത്ത വർഷം ഞാൻ കോമ്പോസിഷനിലേക്ക് മാറണമെങ്കിൽ ഞാൻ ഏത് ഡേറ്റിലെടുക്ക് അതിന്റെ അപ്ലിക്കേഷൻ കൊടുത്തിരിക്കണം? 31
മാർച്ചിലിടക്ക് ഞാൻ 24-25 ഞാൻ കോമ്പോസിഷനിലാണ് പോകാൻ താല്പര്യമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? 31 മാർച്ച് 2024 ആ GST സൈറ്റിൽ പോയിട്ട് കോമ്പോസിഷൻ ഓപ്റ്റ് ഫോർ കോമ്പോസിഷൻ ലഭിക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ക്ലിയർ ആകും. അത് ടേൺ ഓവർ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, 1.5 കോടി കൂടുതൽ ക്രോസ് ചെയ്യാൻ പാടില്ല കേട്ടോ. 1.5 കോടി കുറവുള്ളവർക്ക് മാത്രമേ കോമ്പോസിഷനിലേക്ക് ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതും നമുക്ക് ചെയ്യാനുള്ള അവസാന തീയതി 31 മാർച്ചാണ്. ജയദേജി വേറെ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടോ? പിന്നെ ഇത് ക്വാർട്ടർലി റിട്ടേൺ ഫയലിംഗ് ഓപ്റ്റ് ചെയ്യാൻ QRMP. പക്ഷെ QRMP നമുക്ക് 30th ഏപ്രിൽ വരെ ചെയ്യാം ചേച്ചി. അതായത് അവര് പറയുന്നത് ഫസ്റ്റ് ക്വാർട്ടറിന്റെ ആദ്യത്തെ മാസത്തെ അവസാനത്തെ ദിവസം വരെ എന്നല്ലേ പറയുന്നത്. പിന്നെ ഇപ്പൊ ഞാൻ അടുത്ത ഏപ്രിൽ മെയ് ജൂണില് QRMP ഓപ്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് 30 ഏപ്രിൽ വരെ എനിക്ക് ഓപ്റ്റ് ചെയ്യാം. അതായത് ഫസ്റ്റ് ക്വാർട്ടറിന്റെ ഫസ്റ്റ് മന്തിന്റെ ലാസ്റ്റ് ഡേറ്റ് വരെ എന്നാണ് പറയുന്നത്. അത് നമുക്ക് എനിക്ക് തോന്നുന്നു 30th ഏപ്രിൽ വരെ QRMP ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അത് അങ്ങനെയാണ് തോന്നുന്നത്. 31 മാർച്ച് അല്ലാതെ. വേറെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ എന്തെങ്കിലും വേറെ ആയിരിക്കും? മായ മാഡം? പ്രാക്ടിക്കൽ പിന്നെ നമ്മള് ഇനി അക്കൗണ്ടിങ്ങിൽ പോവാം. GST ഇതാണ് പ്രധാനമായിട്ടുള്ളത്. ഇനി ഒരു കാര്യം കൂടി, 1 ഏപ്രിൽ മുതൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻവോയ്സ് നമ്പർ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അത് GSTക്ക് ബാധകമാണ്. ഏത് ഇൻവോയ്സ് നമ്പറും ഏപ്രിൽ 1 മുതൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് സീരിയൽ നമ്പർ മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അല്ലാണ്ട് 31 മാർച്ചിന് 59 ബില്ല് ഏപ്രിൽ 1 കൊണ്ടുപോയിട്ട് 60 ഇടാൻ പാടില്ല എന്നർത്ഥം. ഏപ്രിൽ 1 എന്തെന്നെ ഇടണം? 01 തന്നെ സ്റ്റാർട്ട് ചെയ്യണം. സീരിയൽ നമ്പർ 1 മുതൽ തന്നെ 1 ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഇതാണ് GSTയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി അക്കൗണ്ടിങ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ എന്തൊക്കെ നോക്കേണ്ടി വരും? അക്കൗണ്ടിങ്ങിൽ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക്, നമ്മളെ കൈമിലുള്ള സ്റ്റോക്ക് ഉണ്ടല്ലോ, ആ സ്റ്റോക്ക് വാല്യൂ ചെയ്യണം. അപ്പൊ ഞാൻ പലരോട് നമ്മളെ ക്ലയൻസോടൊക്കെ പറയാറ്, ഒന്നിക്കല് മാർച്ച് 31 സൺഡേ ആയതുകൊണ്ട് എന്ത് ചെയ്യാം, മാർച്ച് 31 സെയിലൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അന്ന് വേണമെങ്കിൽ മൊത്തം ഒന്ന് സ്റ്റോക്ക് എടുക്കാം. ഈ സ്റ്റോക്കിന്റെ വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട്. ഓഡിറ്റ് ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റിൽ ഈ ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കണം. പിന്നെ എല്ലാം നമ്മുടെ പ്രോഫിറ്റും ഒക്കെ കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്താണ്? ഈ പ്രോഫിറ്റ് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ബേസിൽ ആയതുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ട് പല ക്ലയന്റും നമ്മളോട് പറയാൻ ചാൻസ്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്നതാണെങ്കിലും നിങ്ങൾ അക്കൗണ്ടന്റ് ആയതുകൊണ്ട് നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയും. അപ്പൊ നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ് 31 മാർച്ച് 2024 നമ്മുടെ അടുക്ക എത്ര സ്റ്റോക്ക് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ക്ലിയർ ആയിട്ട് നോക്കി വെക്കണം. ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്ക് എടുത്ത് വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ സ്റ്റോക്ക് വെച്ചിട്ടാണ് നാളെയുള്ള എല്ലാ ഡീലിങ്ങും, ഇപ്പൊ GST ആയാലും എന്തായാലും ഇൻകം ടാക്സ് ആയാലും അക്കൗണ്ടിങ്ങിലായാലും എല്ലാം നമ്മളോട് നോട്ടീസ് അയക്കുന്നതും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതും ഒക്കെ എന്താണ്? ഈ സ്റ്റോക്ക് വെച്ചിട്ടാണ്. അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പറ്റുമെങ്കിൽ ഫിസിക്കലും അക്കൗണ്ടിങ് സ്റ്റോക്കും തമ്മിൽ എന്ത് ചെയ്യണം? ടാലി ചെയ്യണം. പിന്നെ എപ്പോഴെങ്കിലും ഫിസിക്കലി അക്കൗണ്ട്സിലുള്ള സ്റ്റോക്കും ഫിസിക്കൽ സ്റ്റോക്കും വാരി ചെയ്യാനുള്ള സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? ഡിഫറൻസ് ഇപ്പം ഏതൊക്കെ സന്ദർഭങ്ങളിൽ അക്കൗണ്ട്സിലെ സ്റ്റോക്കും ഫിസിക്കൽ സ്റ്റോക്കും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും? ഓക്കെ, ഗുഡ്. അങ്ങനെ ആകുമ്പോൾ തെഫ്റ്റ് ആകുമ്പോൾ അക്കൗണ്ട്സിൽ കൂടുതലും ഇവിടെ ഉണ്ടാവും അല്ലെ? ഫിസിക്കലി കുറവുമായി. ഡിപ്രിസിയേഷൻ സ്റ്റോക്കിന് കൊടുക്കൂലല്ലോ, ഫിക്സഡ് അസറ്റ്സിനല്ലേ ഉള്ളൂ. നമ്മളൊരിക്കലും ക്ലോസിംഗ് സ്റ്റോക്കിന് ട്രേഡബിൾ ഗുഡ്സിന് ഫിക്സഡ് അസറ്റ്സിന് മാത്രമല്ല ഡിപ്രിസിയേഷൻ ഉള്ളൂ അല്ലേ? മാം എന്താ അഭിപ്രായം? ഫിക്സഡ് അസറ്റ്സിനല്ലേ ഉള്ളൂ. സ്റ്റോക്ക് ഇൻ ട്രേഡിന് നമ്മൾ ഡിപ്രിസിയേഷൻ കൊടുക്കാറുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ ഡിപ്രിസിയേഷൻ വഴി എന്താവൂല? നഷ്ടം വരൂല. ഓക്കെ, ഡിപ്രിസിയേഷനിൽ നമ്മൾ അത് വരില്ല. പ്രധാനമായിട്ട് എപ്പോഴാണ് നിങ്ങളൊരു പ്രാക്ടിക്കലായിട്ട് പറയുന്നുണ്ട് ഫിസിക്കൽ സ്റ്റോക്കും അക്കൗണ്ട്സിലെ സ്റ്റോക്കും തമ്മിൽ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് വ്യത്യാസം വരിക? മാഡത്തോട് തന്നെ ചോദിക്കുന്നതിന്റെ ബുദ്ധിമുട്ടുണ്ടോ? നല്ലതല്ലേ? ഓക്കെ, പർച്ചേസ് ചെയ്യുമ്പോൾ ഡിഫറൻസ് വരും. ഞാൻ ഒരു സിറ്റുവേഷൻ പറയാം. ഇപ്പം ഞാനൊരു സിമെന്റ് ഡീലർ ആണെന്ന് വിചാരിക്കും. ഇപ്പൊ മായ മാഡം അന്നെടുക്ക സിമെന്റ് വാങ്ങാൻ വേണ്ടി വന്നു. ഓക്കെ, മായ മാഡത്തോട് പറയുന്നത് ഒരു ചാക്കിന് 400 രൂപയും
ടാക്സ് 28% വരുമ്പോൾ പിന്നെ 450 ഉറുപ്പ്യോളം വരും എന്ന് പറയുന്നു. ഓക്കെ, മായ മാഡം പറഞ്ഞ ടാക്സ് ഒന്ന് ഒഴിവാക്കി തരുമെന്ന്. ഓക്കെ, ടാക്സ് അടക്കാൻ പറ്റില്ല, 400 രൂപക്ക് തരുമെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയുന്നത് ടാക്സ് ഒഴിവാക്കി തരണമെങ്കിൽ എനിക്ക് ബില്ല് അടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ മായ മാഡം എന്നാ ബില്ല് വേണ്ട, വീട്ടിലെ ആവശ്യത്തിനല്ലേ എന്ന് പറഞ്ഞിട്ട് 100 ചാക്ക് സിമെന്റ് കൊണ്ടുപോകും. അപ്പൊ ഞാൻ എന്ത് ചെയ്തില്ല, ബില്ല് അടിച്ചിട്ടില്ല. കാരണം മായ മാഡത്തിന് GST അടക്കാൻ പറ്റൂല, GST വേണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ബില്ല് അടിച്ചില്ല. ബില്ല് അടിച്ചാൽ എനിക്ക് ടാക്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു ട്രാൻസാക്ഷൻ കഴിഞ്ഞാൽ എന്റെ ഗോഡൌണിലുള്ള സ്റ്റോക്ക് എന്തുണ്ടാകും, സ്റ്റോക്ക് കുറയും, 100 ചാക്ക് കുറയും അല്ലെ, നിങ്ങൾ കൊണ്ടുപോയത്. അക്കൗണ്ട്സിൽ എന്തുണ്ടാകും, 100 ചാക്ക് കൂടുതൽ ഉണ്ടാവും. ഇതാണ് സ്റ്റോക്ക് വാരി ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തണം. ഇപ്പം പിന്നെ ഇൻകം ടാക്സും GSTയും ബന്ധം, ഇൻകം ടാക്സ് റെയ്ഡൊക്കെ ഞാൻ ഫേസ് ചെയ്താണ് മലബാർ ഗോൾഡിൽ വർക്ക് ചെയ്യുമ്പോൾ. അപ്പൊ അന്നേരമൊക്കെ ആദ്യം പിന്നെ ഇൻകം ടാക്സ് നോക്കുന്ന 2 സ്ഥലങ്ങൾ, ഒന്ന് സ്റ്റോക്കും 2 ക്യാഷ് ബോക്സുമാണ്. ഈ 2 സ്ഥലമാണ് ഇൻകം ടാക്സിന്റെയും GSTന്റെയും മെയിൻ ഏരിയ. ക്യാഷ് ബാലൻസ് എത്രയുണ്ട്, സ്റ്റോക്ക് എത്രയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണം. അക്കൗണ്ട്സും അതെന്താണ്, ഓഡിറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടാവും. അക്കൗണ്ട്സ് പ്രകാരമുള്ള സ്റ്റോക്ക് എവിടെ ഉണ്ടാവില്ല, ഫിസിക്കലി ഉണ്ടാവില്ല. അപ്പൊ അതിന് എന്താണെന്ന് വിചാരിച്ചാൽ അങ്ങനെയുള്ള ഒരു പിന്നെ നമ്മൾ അക്കൗണ്ടിങ്ങിലൊക്കെ പോകുമ്പോൾ, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള വിലയിരുത്തലുകളൊക്കെ നടത്തണം. ചിലവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പിന്നെ അവരതിന് കണക്കായിട്ടുള്ള പർച്ചേസുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ ഇത് ചെയ്യും, ബാലൻസ് ചെയ്യും. അതായത് GST ഇല്ലാതെ പർച്ചേസ് ചെയ്യുമ്പോൾ അതൊന്നും കറക്റ്റ് മെത്തേഡ് അല്ല. ഞാൻ നിങ്ങളുടെ ഒരു അറിവിനായിട്ട് പറഞ്ഞിരുന്നതേ ഉള്ളൂ. പിന്നെ വേറെ ഏതൊക്കെ സന്ദർഭങ്ങൾ ഉണ്ടാകാം, വേറെ ഏതെങ്കിലും സന്ദർഭങ്ങൾ ഉണ്ടാവും. ഇപ്പം പൃഥ്വിൻ പറഞ്ഞതുപോലെ എന്തുണ്ടാകും, പിന്നെ ടെഫ്റ്റ്, അതൊക്കെ പക്ഷെ നമുക്ക് അക്കൗണ്ട്സിൽ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ തെഫ്റ്റും അതൊക്കെ ആണെങ്കിൽ നമുക്ക് ലോസ് ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എക്സ്പെൻസിൽ മാറ്റിയിട്ട് സ്റ്റോക്ക് JB ചെയ്തിട്ട് സ്റ്റോക്ക് നമുക്ക് മാറ്റാം അതിൽ. ഓക്കെ, ഈ ഒരു സന്ദർഭങ്ങളിലും പിന്നെ സ്റ്റോക്ക് വളരെ ക്ലിയർ ആയിട്ട് നോക്കണം. കാരണം അതിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ. ഇനി നമ്മൾ അക്കൗണ്ട്സിൽ പോകുമ്പോൾ വേറെ എന്തൊക്കെ സംഭവങ്ങളാണ്, എൻട്രീസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇപ്പം ഒന്ന് ചോദിച്ചോട്ടെ, ഇൻവോയ്സിങ് കഴിഞ്ഞ് മെറ്റീരിയൽ പോയില്ല എന്നുണ്ടെങ്കിലും സ്റ്റോക്ക് വേരിയേഷൻ വരില്ലേ? നമുക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ ഡെലിവറി ചെയ്താൽ സ്റ്റോക്ക് മാറ്റിയാൽ മതിയല്ലോ. എന്റെ ക്ലയന്റ് ചോദിച്ചതാണ്. അപ്പൊ ഞാനിപ്പോ 30% ഇത്രയും ബില്ല് ചെയ്തോട്ടെ, അപ്പൊ എന്റെ സ്റ്റോക്ക് അത്രയും സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആ ബില്ലിംഗ് നടത്തിയാൽ മാത്രമേ ക്ലയന്റ് അവർക്ക് പേയ്മെന്റ് നടത്തുള്ളൂ. അപ്പൊ 30% ബില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് മെറ്റീരിയൽ പിന്നെ എത്ര ദിവസം കഴിഞ്ഞിട്ട് ഡെലിവറി ചെയ്താലും ഈ ബില്ല് റേസ് ചെയ്താലും പോരെ എന്നുള്ളത് റിസ്ക് അല്ലേ? കാരണം ഇൻവോയ്സ് ഡേറ്റും പിന്നെ ബില്ലും തമ്മിൽ വാരി ആവൂലേ? അല്ല, 30 ഡേയ്സ് ആ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ. അല്ല, ടൈം പീരീഡ് എന്ന് പറയുന്നത് കിലോമീറ്റർ കണക്കല്ലേ ചേച്ചി? പിന്നെ 100 കിലോമീറ്റർ ബില്ല് റേസ് ഇൻവോയ്സിംഗ് റേസ് ചെയ്തു, ബില്ല് റേസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബില്ല് 2-3 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് റേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പ്രോബ്ലം ഉണ്ടോ? ശരിക്കും പറഞ്ഞാല് അവർക്ക് ഡിപ്പാർട്ട്മെന്റിന് വാദിക്കാലോ. ഈ ഇൻവോയ്സ് മുമ്പ് പോയതാണ്, പിന്നെ അതായത് ഡേറ്റ് കഴിഞ്ഞിട്ട് ബില്ല് വഴി പോകുമ്പോൾ പിന്നെ ആ ഇൻവോയ്സ് തന്നെ ആണോ എന്നുള്ളത്. കാരണം അത് പഴയ ഡേറ്റിനല്ലേ പോകുന്നത്, പഴയ ഡേറ്റ് അല്ല ഇൻവോയ്സ്. പിന്നെ ആ ഇൻവോയ്സ് തന്നെയാണ് ബില്ല് എന്നുള്ളത്. 3 ദിവസം കഴിയുമ്പോൾ അതൊരു റിസ്ക് ആവാൻ ചാൻസ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാല് പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു പ്രശ്നം? അതായത് ബില്ല് ചെയ്ത് സാധനം, ഇപ്പൊ നമ്മളിപ്പോ ടൈം ഓഫ് സപ്ലൈ ഒക്കെ പറയുന്നത് റിമൂവൽ ഓഫ് ഗുഡ്സിന്റെ ടൈം തന്നെ ബില്ല് ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഇത്ര ടൈമില്ല, ഇത്ര ബില്ല് റേസ് ചെയ്ത് കഴിഞ്ഞ് ഇൻവോയ്സ് റേസ് ചെയ്തിട്ട് ബില്ല് എടുക്കാൻ ഇത്ര ടൈം വരെ കീപ്പ് ചെയ്യാന്നുള്ള ഒരു ഇതില്ലേ, റൂളില്ലേ? അല്ല, അത് ഇപ്പം പറയുന്നത് ബില്ല് ആ സമയത്ത് തന്നെ. കാരണം 2 ദിവസം 100 കിലോമീറ്ററുകൾ ഒരു ദിവസത്തിനുള്ളിൽ ഡെലിവറി ആവണമെന്നുണ്ട് ബില്ല്. ഓക്കെ, ഡെലിവറി ഓക്കെ. ഇൻവോയ്സിങ്ങും ബില്ല് എടുക്കലും തമ്മില് ഇല്ല, അങ്ങനെ ഒരു ഇതില്ല. കാരണം എന്താണെന്നറിയോ, അതില് അവർക്ക് നമ്മൾ തന്നെ ഇപ്പൊ 2 ദിവസത്തെ മുമ്പുള്ളൊക്കെ ഇൻവോയ്സ് ഒക്കെ ഇപ്പം കാണിക്കുമ്പോ ഈ ബില്ല് പണ്ട് പോയിനോന്നൊക്കെ അറിയില്ലല്ലോ അവർക്ക്. അതൊന്നും ചെക്ക് ചെയ്യണം. എൻ്റെ ഒരു അഭിപ്രായത്തില് അങ്ങനെ രണ്ടും കൊടുക്കാൻ ചാൻസ് ഇല്ല. ബില്ലും ഇൻവോയ്സ് ഡേറ്റും രണ്ടും കൊടുക്കാൻ ചാൻസ് ഇല്ല. കാരണം അങ്ങനെയാകുമ്പോൾ ഒരുപാട് ഇത് നടക്കും. പിന്നെ വേറെ ദിവസങ്ങൾ ആ ഇൻവോയ്സ് ഉപയോഗിച്ചിട്ട് അന്നും ഡെലിവറി നടത്തിയിട്ടുണ്ടാകാം, പിന്നീടും ഡെലിവറി ഒക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടാകും. പക്ഷെ അന്നേരം ബില്ല് പറയും ഇത് ഓൾറെഡി റെക്കോർഡഡ് ആണ് എന്ന് പറയും. അത് വേറെ കാര്യം. ഈ ഡോക്യുമെന്റ് ഓൾറെഡി പിന്നെ പോയതാണെന്ന് പറയും.
പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇൻവോയ്സ് ഡേറ്റിന് തന്നെ ഇവേ ബില്ലും പോകണം. പക്ഷെ അത് മാത്രല്ല പിന്നെ സ്റ്റോക്ക് അവിടെ ഉണ്ടെങ്കിൽ ബില്ല് മാത്രമേ നടക്കുന്നുള്ളൂ. സ്റ്റോക്ക് അവിടെ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ ഒരു ഇൻകം ടാക്സ് ഓഫീസറോ അല്ലെ GST ഓഫീസറോ വന്നു എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ അതൊരു ബുദ്ധിമുട്ടല്ലേ അത്? പിന്നെ കാരണം സ്റ്റോക്ക് അവിടെ സാധനമുണ്ട്, അക്കൗണ്ട്സിൽ അത് പോവുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ പക്ഷെ അതൊക്കെ എനിക്ക് തോന്നുന്നു നമുക്ക് ഇതൊന്നും പറഞ്ഞാല് അവരത് കേൾക്കണമെന്നില്ല. അവര് ഇൻവോയ്സ് മാത്രമേ തന്നിട്ടുള്ളൂ, ഗുഡ്സ് പിന്നെ പോവാന്നൊക്കെ പറയുമ്പോ ചിലപ്പോ അത് അത്രത്തോളം ഓഫീസർമാർ വിശ്വസിക്കണമെന്നില്ല. അതൊരു ഇഷ്യൂസ് ആണ്. കഴിയുന്നതും അന്ന് തന്നെ സാധനം പോയിട്ട് ഇതാവുകയാണ് നല്ലത്. കാരണം അവർക്ക് എന്തെങ്കിലും ചിലപ്പോ പേയ്മെന്റിന്റെതും അല്ലെങ്കിൽ പിന്നെ ചില ഇതൊക്കെ ഉണ്ടാവും. ഈ ചേച്ചി പറഞ്ഞ സന്ദർഭം അധികം വരുന്നത് ഈ ഇതുണ്ടല്ലോ, ടാർഗറ്റ്, സെയിൽസ് ടാർഗറ്റ് ഉണ്ടാവുമല്ലോ. ഇപ്പം ഇത്ര ടേൺ ഓവർ എത്തിക്കണം ഈ സെയിൽസ്മാൻമാർ. അപ്പൊ അവര് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ ഗത്തിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ മാർച്ച് 31 എല്ലാം ഒന്നും സംഭവം ഒന്നും നടന്നിട്ടുണ്ടാവില്ല, എല്ലാം എന്ത് ചെയ്യും, ബില്ല് ചെയ്തങ്ങ് കൊടുക്കും. അവരുടെ ആ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെ അപ്പൊ അതിന്റെ ബേസിലാണ് അവർക്ക് ഇൻസെന്റീവും കാര്യങ്ങളൊക്കെ പോകുന്നത്. പിന്നെ അത് ഈ വലിയ കമ്പനികളിലൊക്കെ നടക്കാറുണ്ട്. വെറും ബില്ലിങ് മാത്രം കഴിച്ചു, സാധനം നടക്കുന്നുണ്ടാവില്ല. സാധനം 2 ദിവസം കഴിഞ്ഞിട്ട് പോവാം, ചിലപ്പോൾ സ്റ്റോക്കേ വന്നിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് റിസ്ക് ആണത്. പിന്നെ പക്ഷെ അത് വലിയ കമ്പനികളിൽ അത് ചെയ്യാതിരിക്കാനും അവർക്ക് പറ്റൂല. കാരണം അവർക്ക് ടേൺ ഓവറും ബാങ്കിലൊക്കെ കൊടുക്കേണ്ട ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അവർക്ക് ടേൺ ഓവർ കുറഞ്ഞാൽ ബുദ്ധിമുട്ടാകും. അപ്പൊ അങ്ങനെയൊക്കെ അവർക്ക് പ്രാക്ടിക്കലി ചെയ്യും. ഇവേ ബില്ല് എത്രത്തോളം ഗവൺമെന്റ് വിശ്വസിക്കുന്നുള്ളത്. പക്ഷെ ഇപ്പം പല കേസുകളിലും ഇവേ ബില്ലിൽ പറയുന്നത് പിന്നെ ടാക്സ് ഇവേഷൻ നടക്കുന്നില്ല എങ്കിൽ പല ഇവേ ബില്ലിനും കോടതികൾ ഓക്കെ പറയുന്നുണ്ട്. പിന്നെ ഇവേ ബില്ലിന്റെ കുറെ കേസുകളിലുള്ള വാദം വന്നത് ടാക്സ് ഇവേഷൻ ഇല്ലെങ്കിൽ ഈ ഇവേ ബില്ല് മാത്രമാണ് പ്രശ്നമെങ്കിൽ പിന്നെ പെനാൽറ്റി കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നു. ചിലപ്പോ അതൊക്കെ ആയിരിക്കാം ഇപ്പൊ ഇവേ ബില്ല് കുറച്ച് ലൂസാവാൻ കാരണം. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ ചേച്ചി പറയാൻ വേണ്ടി? അതായത് എനിക്ക് ക്ലോസിംഗിന്റെ നമുക്ക് വേറെ ഇതിന്റെ ഇൻകം ടാക്സിന്റെ പറയണ്ടേ, ലാസ്റ്റ് ഡേറ്റ് ചേച്ചി പറയാം. അത് ITR അപ്ഡേറ്റഡ് റിട്ടേൺ ചെയ്യേണ്ടത്. അത് ഇവർക്ക് അപ്ഡേറ്റഡ് റിട്ടേൺ അസസ്മെന്റ് ഇയർ വെച്ചിട്ട് 24 മാസമാണ് കൊടുക്കുന്നത്. ഇപ്പൊ 2021 ഇൻകം ടാക്സ് ഫയലിംഗിന്റെ അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത് എപ്പോഴാണ്? 21-22 അപ്പൊ 22 മുതൽ 24 മാസം, അതായത് 2024 31 മാർച്ച് 2024 20-21 ഫിനാൻഷ്യൽ ഇയറിന്റെ ITR ചെയ്യേണ്ട അവസാന തീയതി. പക്ഷെ അത് ഇവർക്ക് അധികം പ്രശ്നം വരാൻ ചാൻസ് ഇല്ല. കാരണം അത് മായ മാഡം ചിലപ്പോൾ അത് കേൾക്കേണ്ടി വരും. മായ മാഡത്തിന് അങ്ങനെ എന്തെങ്കിലും പിന്നെ ITR പ്രശ്നം ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് 20-21 ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 31 മാർച്ച് 2024 ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ ദൈവം തമ്പുരാന് പോലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂല, 20-21 ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റൂല. പിന്നെ നോട്ടീസും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, അതായത് 20-21 ഫിനാൻഷ്യൽ ഇയറിന്റെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ട അവസാന തീയതി ITR എന്ന് പറയുമ്പോൾ അപ്ഡേറ്റഡ് റിട്ടേൺ എന്ന് പറയും. ഈ അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31 മാർച്ച് 2024 അതെങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാന്ന് വിചാരിച്ചാല് 20-21 ഫിനാൻഷ്യൽ ഇയറിന്റെ അസസ്മെന്റ് ഇയർ എപ്പോഴാണ് വരിക? 21-22 അല്ലേ വരിക? അപ്പൊ അസസ്മെന്റ് ഇയറിന്റെ എൻഡ് മുതൽ, അതായത് 31 മാർച്ച് 2022 മുതൽ 24 മാസമാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, ITR ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പൊ 22 മുതൽ 24 മാസം എന്ന് പറയുന്നത് 31 മാർച്ച് 2023. ഇതാണ് 20-21 ഫയൽ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. ഈ ITR എന്തിനാണ് ചെയ്യുന്നത്? അതായത് നമ്മളിപ്പോ ശരിക്കും പറഞ്ഞാല് ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടത് നമ്മൾ ഈ വർഷത്തെ 31 ജൂലൈയിലാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ വിത്ത് ഫൈനോട് എന്ത് ചെയ്യാം, പിന്നെ 31 ഡിസംബർ വരെ ചെയ്യാം, 2024 വരെ, ഈ 23-24 ഫിനാൻഷ്യൽ ഇയറിന്റെ. ഇനി ഇതും ചെയ്യാതെ കുറെ പകയന്മാർക്ക്. ഓക്കെ, അതായത് ജൂലൈയിലും ചെയ്യൂല ഇവൻ, പിന്നെ ഈ ഡിസംബറിലും ചെയ്യൂല. അങ്ങനെ ജൂലൈയിലും ഡിസംബറിലും ചെയ്യുന്നവർക്ക് ITR എന്ന് പറയുന്ന ഒരു ഫോമാണ് കിട്ടുക, അക്നോളജ്മെന്റ്. ഓക്കെ, അതായത് പിന്നെ അവ കറക്റ്റ് ആയിട്ട് ഫയൽ ചെയ്യുന്നതാണ് ഉള്ളതിൽ. ഇനി ഇവര് ചെയ്യാത്തത് കൊണ്ട് ഗവൺമെന്റിന് ലോസ് ഉണ്ടാവാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഗവൺമെന്റ് പറഞ്ഞു ഇനി നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, സെക്ഷൻ 139 പ്രകാരം നിങ്ങൾ ഫയൽ ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ITR എന്ന് പറയുന്ന അപ്ഡേറ്റഡ് റിട്ടേൺ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഫൈനോടെയും ഇൻട്രസ്റ്റോടെയും ചെയ്യണം. 25% ഇൻട്രസ്റ്റ് നമ്മൾ പേ ചെയ്യണം അതിന്. പിന്നെ 31
ഡിസംബർ 2024 കഴിഞ്ഞാൽ നമ്മൾ 23-24 ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ ലേറ്റ് ഫീയും കൊടുക്കണം, ഇൻട്രസ്റ്റും കൊടുക്കണം. ആദ്യത്തെ 12 മാസം പിന്നെ 25%, 12 മാസം കഴിഞ്ഞാൽ 50%. അതായത് ലാസ്റ്റ് അസസ്മെന്റ് ഇയറിൽ പിന്നെ ലാസ്റ്റ് കൊല്ലം 50% ഇൻട്രസ്റ്റ് അടക്കും. അപ്പൊ 2021 ITR-U ഫയൽ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31 മാർച്ച് 2024 ആണ്. സാറേ ഒരു ഇതാണ് ഒരു ഡൗട്ട്. അതായത് നമ്മൾ കമ്പനി അല്ല, എന്നാൽ ഇത്ര ഈ രൂപയ്ക്ക് മേലെ, കോടി രൂപയ്ക്ക് മേലെ ആകുമ്പോൾ ഇത് അതായത് നമ്മളെ സ്ഥാപനം ഇത് ഓഡിറ്റിംഗ് നടത്തുന്നുണ്ട്. അപ്പൊ ഈ ഓഡിറ്റിംഗ് നടത്തണം ITR വേറെ ഫയൽ ചെയ്യണോ? ഓഡിറ്റിംഗ് നടത്തിയിട്ട് ഓഡിറ്റർ തന്നെയാണ് ITR ഫയൽ ചെയ്യുക. ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടാകുമ്പോൾ ഓഡിറ്റർ എന്ത് ചെയ്യും? ഇൻകം ടാക്സിൽ അപ്ലോഡ് ചെയ്യും ഈ ഡാറ്റ. ഓഡിറ്റ് മാത്രമേ നടത്തിയുള്ളൂ, അയാൾ ഫയൽ ചെയ്തില്ല, IT ഫയൽ ചെയ്തില്ലേ? ഫയൽ ചെയ്തു സാർ. അവര് ഓഡിറ്റർ തന്നെ ചെയ്യത്. ഓഡിറ്റർ എന്ത് ചെയ്യും? പിന്നെ അതില് ഇപ്പൊ മായ മാം ചോദിച്ചതില് വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നിങ്ങൾ ചോദിച്ചത് ഇപ്പൊ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പിന്നെ എന്നോടൊരു ആള് വിളിച്ചിട്ട് ചോദിച്ചൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾ ഈ ഇൻകം ടാക്സിന്റെ പറഞ്ഞതുകൊണ്ട് ഇവിടെ പറയാം. പുള്ളി IT ഫയൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ പുള്ളി LICയിലെ ഡെവലപ്മെന്റ് ഓഫീസറാണ്. അപ്പൊ പുള്ളി അവിടെയുള്ള എല്ലാ ഏജന്റുമാർക്കും ഇങ്ങനെ ഇൻകം ടാക്സ് ഫയൽ ചെയ്ത് കൊടുക്കാണ്. അപ്പോൾ നിങ്ങളോടും ചിലപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകാം, അതുകൊണ്ടാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ അയാളുടെ ഓഫീസിലുള്ള ഒരു സീനിയർ ഡെവലപ്മെന്റ് ഓഫീസർ ഇൻകം ടാക്സ് ഫയൽ ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം. അതായത് 22-23 ഫിനാൻഷ്യൽ ഇയറിൽ അയാൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്തിരുന്നു. അയാൾ പറയുന്ന ന്യായം എന്താണെന്ന് വെച്ചാൽ LIC എത്ര അയാൾ എടുക്കുന്ന പിന്നെ TDS കട്ട് ചെയ്തു 2,73,000 രൂപ LIC അവരെടുക്കുന്നത് ഇൻകം ടാക്സ് പൊടിച്ചിട്ടുണ്ട്. ഓക്കെ, TDS എന്നുള്ള പേരിൽ ഇൻകം ടാക്സ് പൊടിച്ചിട്ടുണ്ട്. അപ്പൊ ഇയാളെ സംബന്ധിച്ച് ഇയാളുടെ സാലറി 16 ലക്ഷം, TDS 2,73,000 ആണെങ്കിൽ ഇയാൾ എന്ത് ചെയ്യണ്ട? ഗവൺമെന്റിന് ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല. ടാക്സ് ഒന്നും അടക്കാനുള്ള ബാധ്യത വരുന്നില്ല. എന്തുകൊണ്ട്? LIC TDS പിടിച്ചിട്ടുണ്ട്. അപ്പൊ അത് പ്രകാരം ഇയാൾ പറയുന്നു ഞാൻ ഇൻകം ടാക്സ് ഫയൽ ചെയ്യണ്ട. എന്തുകൊണ്ട്? LIC TDS പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇൻകം ടാക്സ് ഫയൽ ചെയ്യണ്ട എന്ന് ഇയാൾ പറയുന്നു. ഇത് കറക്റ്റ് ആണോ? ഇയാൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ലേ? ഇത് കറക്റ്റ് ആണോ? എന്താണ് അഭിപ്രായം? അത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം എന്നാണോ പറയുന്നത്? ചെയ്യണം എന്നാണ് പറഞ്ഞത്. പിന്നെ ഇത് ചെയ്തിട്ടില്ലെങ്കിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ഇത് ശരിക്കും പറഞ്ഞാല് ഇപ്പം 31 ഡിസംബർ 2023 ഇയാള് പിന്നെ ഫയൽ ചെയ്യണമായിരുന്നു. ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ചാല്, ഇയാൾ ചിന്തിക്കുന്നത് ടാക്സ് ഓൾറെഡി ഗവൺമെന്റ് കിട്ടിയില്ലേ TDSന്റെ പേരില്, ഇനി ഞാൻ എന്തിനാ IT ഫയൽ ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാല് TDS ഒരിക്കലും ഇൻകം ടാക്സ് ഫയൽ ചെയ്തതിന് തുല്യമല്ല കേട്ടോ. TDS കട്ട് ചെയ്തത് കമ്പനിയുടെ ബാധ്യത മാത്രമാണ്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി എൻ്റെ എടുക്കുന്ന TDS കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥമില്ല ഞാൻ ഇൻകം ടാക്സ് ഫയൽ ചെയ്യണ്ട എന്നല്ല അതിന്റെ അർത്ഥം. കമ്പനിയിൽ ഉത്തരവാദിത്വം ചെയ്തു എന്നേ ഉള്ളൂ. എന്റെ ഉത്തരവാദിത്വം ഞാൻ ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ 31 ഡിസംബറിൽ ഇടയ്ക്ക് ഞാൻ ഫയൽ ചെയ്യാത്തതുകൊണ്ട് ഇയാൾക്ക് പറ്റിയ നഷ്ടം എന്താണെന്ന് വെച്ചാല്, ഇയാൾ ഓൾറെഡി കൊടുത്ത 2,73 ഉണ്ടല്ലോ, അത് 31 ഡിസംബർ കഴിഞ്ഞാൽ TDS കൺസിഡർ ചെയ്യൂല, അത് ഗവൺമെന്റ് അങ്ങ് കൊണ്ടുപോയി. അപ്പൊ ഇനി ഇയാൾ എന്ത് ചെയ്യണം? 16 ലക്ഷത്തിന് ടാക്സ് അടക്കണം മൊത്തത്തില്, പ്ലസ് അതിന്റെ ഇൻട്രസ്റ്റും പെനാൽറ്റി ഒക്കെ അടക്കണം. അപ്പൊ ഒരു 3-3.5 ലക്ഷം അയാളെ കയ്യിൽ നിന്ന് പോവാതെ 2 ലക്ഷം ഓൾറെഡി TDS ആയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് TDS കട്ട് ചെയ്തത് കൊണ്ട് നമ്മളുടെ ഇൻകം ടാക്സ് ഫയലിംഗിന്റെ ബാധ്യത മാറുന്നില്ല. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. അതിന് ആരെങ്കിലും ചോദിക്കുന്നത് നിങ്ങളോട്, നിങ്ങളെ വിഡ്ഢിത്തരം കൊണ്ട് നമുക്ക് ടാക്സ് ഒക്കെ അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ വന്ന് ചോദിക്കുന്നു, കമ്പനി എന്റെ എടുക്കുന്ന TDS ഏതായാലും കട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ ടാക്സ് ഫയൽ ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യേണ്ടെന്നല്ല പറയേണ്ടത്. TDS കമ്പനി എംപ്ലോയറുടെ ഉത്തരവാദിത്തം മാത്രമാണ്. എംപ്ലോയി ഇൻകം ടാക്സ് അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇയാളെ എടുക്കുന്നത് 2,73 കട്ട് ചെയ്തു എന്ന് വിചാരിക്കും. ഗവൺമെന്റിന് അറിയില്ല ഇയാൾക്ക് അത്ര ഇൻകം ഉണ്ട്. ഗവൺമെന്റിനെ സംബന്ധിച്ച് ചങ്ങാ ഇൻകം ടാക്സ് ഫയൽ ചെയ്താൽ ഇവന് കൊടുക്കേണ്ടി വരുമോ എന്നുള്ള പേടിയിലായിരിക്കും ഗവൺമെന്റ് ഇരിക്കുന്നുണ്ടാവും. ഇയാൾ IT ഫയൽ ചെയ്യുമ്പോഴേ ഗവൺമെന്റ് മനസ്സിലാവുന്നത് ഇത് അനക്ക് കിട്ടേണ്ട പൈസ തന്നെയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇൻകം ടാക്സ് നിർബന്ധമായിട്ടും ഫയൽ ചെയ്യണം എന്ന് പറയുന്നത്. ഇനി നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ ഭാഷയിൽ പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ പ്രൊവിഷൻ എൻട്രി, ഇപ്പം പിന്നെ സാലറിന്റെ എൻട്രി, അതായത് മാർച്ച് മാസം എത്ര മൊത്തം സാലറി വരും, അത് 31 മാർച്ചിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊവിഷൻ എൻട്രി ഇടണം അക്കൗണ്ട്സിൽ. പിന്നെ അതേപോലെ തന്നെ റെന്റ് പേയബിൾ ഇടണം. എല്ലാ ക്ലോസിംഗ് എൻട്രീസും ഇടേണ്ടത് 31 മാർച്ചിനാണ്. ഇനി എന്തെങ്കിലും TDS കട്ട് ചെയ്യാനുണ്ടെങ്കിൽ
അതൊക്കെ ഒന്ന് അക്കൗണ്ട്സിൽ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിയിട്ട് TDS കട്ട് ചെയ്യാനുണ്ടെങ്കിൽ TDS കട്ട് ചെയ്യണം. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും 31 മാർച്ചിൽ വരുന്നത്. ഏതിലൊക്കെ TDS വരും? TDS നമ്മൾ വേറൊരു സെഷൻ എടുക്കും പിന്നെ ഇതായിട്ട്. പക്ഷെ ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും TDSന്റെ ബാധ്യത വരുന്നുണ്ടോ നോക്കണം. ആ TDSന്റെ ബാധ്യത വരുന്നുണ്ടെങ്കിൽ അതും കൂടി നോക്കിയിട്ട് 31 മാർച്ചിന് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം. പ്രൊവിഷൻ എൻട്രി നമ്മൾ സാലറിന്റെ പ്രൊവിഷൻ എൻട്രി എങ്ങനെ ഇടുക? സാലറി 31 മാർച്ചിന് പിന്നെ മാർച്ച് മാസത്തെ സാലറിന്റെ പ്രൊവിഷൻ എൻട്രി ഇടണം എന്ന് വിചാരിക്കും. നമ്മൾ എന്താണ് എൻട്രി ഇടുക മാർച്ചില്? എന്താ മാം എൻട്രി ഇടുക? സോറി, നിങ്ങളെ തന്നെ വിളിക്കുന്നു. എന്താ എൻട്രി ഇടുക? തെറ്റായാലും പ്രശ്നമൊന്നുമില്ല മാം, നിങ്ങൾ അറ്റ്ലീസ്റ്റ് പറയുന്നുണ്ടല്ലോ. ഡിജിന കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആണോ? അല്ല അല്ല. ആ, രക്ഷപ്പെട്ടു. സന്ദീപ് എന്താ എൻട്രി ഇടുക? ഞാൻ 31 മാർച്ചിന് പിന്നെ സാലറി, അതായത് ഇയർ എൻഡിങ് ആണല്ലോ, അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എല്ലാ എക്സ്പെൻസും ക്ലോസ് ചെയ്യണം 31 മാർച്ചിന്. അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ അത് 3rd 4th ഏപ്രിലൊക്കെയാണ് നമുക്ക് മനസ്സിലാവുക. എങ്കിലും ഈ ഇയർ എൻഡിങ്ങിൽ ഒരു 4-5 ദിവസമൊക്കെ നമ്മൾ കഴിഞ്ഞിട്ട് 31 മാർച്ച് വലിയ കമ്പനിയിലൊക്കെ ക്ലോസ് ചെയ്യുള്ളൂ. പിന്നെ അതായത് ചില കമ്പനിയിലൊക്കെ എന്താണെന്ന് വെച്ചാൽ ഡേ ക്ലോസിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. ഇപ്പൊ ഗത്തി പോലുള്ള വലിയ ട്രാൻസ്പോർട്ട് കമ്പനിയിലൊക്കെ അതായത് ആ എൻട്രി ഡേ ക്ലോസിംഗ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ഈ ഇങ്ങനെയുള്ള വലിയ വലിയ കമ്പനികളിൽ 31 മാർച്ച് ശരിക്കും എല്ലാ ദിവസത്തിലും നെക്സ്റ്റ് ഡേ ഒരു 1 o'clock ആകുമ്പോൾ ഡേ ക്ലോസ് ചെയ്യും. ഞാൻ ഗത്തിയിൽ വർക്ക് ചെയ്തുകൊണ്ട് ഇപ്പൊ 5th ജൂണിന്റെ ഒരു ട്രാൻസാക്ഷനൊക്കെ മാക്സിമം ഇടാൻ പറ്റും. 6th ജൂൺ ഉച്ചക്ക് 1 മണി വരെ ഇടാൻ പറ്റും. 1 മണി വരെ ഞാൻ ആ ട്രാൻസാക്ഷൻ ഇട്ടില്ലെങ്കിൽ ഡേ ക്ലോസ് ചെയ്തങ്ങ് പോകും. ഓക്കെ. പക്ഷെ 31 മാർച്ച് മാത്രം അവരെന്ത് ചെയ്യും? ഒരു 4-5 ദിവസം വരെ 31 മാർച്ച് ക്ലോസ് ചെയ്യാൻ വേണ്ടി കൊടുക്കും അക്കൗണ്ട്സിൽ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ എന്തെങ്കിലും പെൻഡിങ് എൻട്രീസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സാലറിന്റെ പ്രൊവിഷൻ, റെന്റ്, ഇതൊക്കെ ഇടാൻ വേണ്ടിയാണ് കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ സാലറിന്റെ പ്രൊവിഷൻ എനിക്ക് ഒരു 50,000 രൂപ മാർച്ചിൽ ഉണ്ട് എന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ 31 മാർച്ചിൽ ഞാൻ എന്ത് എൻട്രിയാണ് എന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഇടുക? പ്രൊവിഷണൽ സാലറി അക്കൗണ്ട് പ്രൊവിഷണൽ സാലറി അക്കൗണ്ട് ടു. ഓക്കെ. സന്ദീപ്, എന്തൊക്കെ അഭിപ്രായം ഉണ്ടോ? ഇല്ല സാർ, ഒരഭിപ്രായമില്ല. അത് അക്രൂഡ് കാണിച്ചൂടെ? കൊടുക്കാനായി അതൊരു ബാധ്യതയാണല്ലോ. കാണിക്കാൻ അങ്ങനെയൊക്കെ പോണോ പൃഥ്വി? അത്രക്ക് നമ്മള് ഇതാക്കിട്ട് പോണോ? ശരിക്കും പറഞ്ഞത് എന്താണ്? അല്ല, അത് കൊടുക്കാനായല്ലോ, നമ്മളെ ബാധ്യത തന്നെയാണല്ലോ. അല്ല, ഞാൻ പറയുന്നത് നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടത്? 50,000 രൂപയല്ലേ ഉള്ളത്? അത് നമ്മൾ സാലറി എന്ന് പറയുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസിലേക്ക് ഡെബിറ്റ് ചെയ്യും, അല്ലെ? കാരണം നമുക്കെന്താ വേണ്ടത്? എക്സ്പെൻസ് ബുക്ക് ചെയ്യല്ലേ വേണ്ടത്. അപ്പൊ നമ്മൾ സാലറി എന്ന് പറയുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസിന് നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ഇതിന് നമ്മൾ എന്ത് ചെയ്യും? സാലറി പേയബിൾ എന്ന് പറയുന്ന പിന്നെ ലാബിലിറ്റി ലെഡ്ജർ ഉണ്ടാക്കും. ആ സാലറി പേയബിളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? 50,000 രൂപ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ. അപ്പൊ അത്രേ നമ്മൾ ചെയ്യേണ്ടു. ഇത് നിങ്ങളോട് ഇന്റർവ്യൂവിന് ചോദിക്കും കേട്ടോ. ചിലപ്പോഴൊക്കെ നിങ്ങളോട് ചോദിക്കും പ്രൊവിഷൻ എൻട്രീസ് എന്ന് നമ്മൾ പറയും. അപ്പൊ നമ്മൾ പിന്നെ സാലറി എന്ന് പറയുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസിന് ഡെബിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ P&L എത്രയായി? 50,000 കുറഞ്ഞു കിട്ടും, അല്ലെ? എക്സ്പെൻസ് കൂടും, പിന്നെ നമ്മുടെ പ്രോഫിറ്റ് അത്രയും കുറയും. അത് പിന്നെ സാലറി എന്ന് പറയുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസിന് ഡെബിറ്റ് ചെയ്യുക. സാലറി പേയബിൾ എന്ന് പറയുന്ന ലാബിലിറ്റി ലെഡ്ജറിന് എന്ത് ചെയ്യുക? ക്രെഡിറ്റ് കൊടുക്കുക. അപ്പൊ നമ്മളെ ബാലൻസ് ഷീറ്റിൽ എന്താകും? സാലറി പേയബിൾ എന്ന് പറഞ്ഞിട്ട് ലാബിലിറ്റി സൈഡിൽ 50,000 വരും. അടുത്ത 5th ഏപ്രിലോ 6th ഏപ്രിലോ നമ്മളത് പേയ്മെന്റ് ചെയ്യുമ്പോൾ സാലറി പേയബിളിനെ ഡെബിറ്റ് ചെയ്തിട്ട് ക്യാഷ് ഓർ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ ആ പേയബിൾ എന്താകും? 0 ആകും. അപ്പൊ അങ്ങനെ റെന്റിനെയും റെന്റ് പേയബിളിലേക്ക് മാറ്റുക. എല്ലാറ്റിനെയും നമ്മൾ എന്ത് ചെയ്യുക? പേയബിളിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് എന്താകും? നമ്മുടെ അക്കൗണ്ട്സ് ആ മാസം എത്ര എക്സ്പെൻസ് ഉണ്ടെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അപ്പൊ അങ്ങനെയുള്ള മയമം അതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. പിന്നെ കാരണം അത് അങ്ങനെയൊക്കെ ആകുമ്പോൾ അക്കൗണ്ട്സ് ഒന്ന് നീറ്റ് ആകും. പിന്നെ എല്ലാറ്റിനെയും 31 മാർച്ച് വെച്ചിട്ട് പിന്നെ ഇതൊക്കെ ചെയ്തു നോക്കുക. എക്സ്പെൻസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് പ്രൊവിഷൻ എൻട്രി ഇടുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ മാർച്ചിൽ ഒന്ന് നീറ്റ് ആയിട്ട് പോകും. ഓക്കെ. സാലറിനെ ഡെബിറ്റ് ചെയ്യാം, പേയബിളിനെ ക്രെഡിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അക്കൗണ്ട്സ് ഒരു പ്രോപ്പർ ആൻഡ് നീറ്റ് ആയിട്ട് പോകും. ഓക്കെ. പിന്നെ അതാണ് അക്കൗണ്ടിങ് ഭാഗത്ത് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്. പിന്നെ നോക്കേണ്ടത്
കഴിയുന്നതും ലെഡ്ജർ റീകൺസിലേഷൻ ചെയ്യാൻ വേണ്ടി നോക്കുക. ക്രെഡിറ്റേഴ്സിന്റെയും ഡെറ്റേഴ്സിന്റെയും ഒക്കെ പിന്നെ അവർക്കൊരു മെയിൽ കൊടുക്കുക. കാരണം ഓഡിറ്റിങ്ങിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മളുടെ ക്ലോസിംഗ് ബാലൻസ് നിങ്ങളുടെ ലെഡ്ജർ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ അയച്ചു തരുക. ഏതെങ്കിലും അവരുടെ ലെഡ്ജർ നോക്കുമ്പോഴായിരിക്കും ഏതെങ്കിലും ബില്ല് നമ്മൾ അക്കൗണ്ട് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ, പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ള സംഭവങ്ങളൊക്കെ മനസ്സിലാവുക. അപ്പൊ എന്ത് ചെയ്യണം, നമ്മളൊന്ന് ലെഡ്ജർ റീകൺസിലേഷൻ ഒന്ന് ചെയ്യാം. പിന്നെ എല്ലാ വെൻഡേഴ്സിന്റെയും നമ്മുടെ കസ്റ്റമേഴ്സിന്റെ അടുക്കൊക്കെ ബാലൻസ് കൺഫർമേഷൻ എടുക്കുക. പിന്നെ ബാലൻസ് കൺഫർമേഷൻ ഒക്കെ എടുത്തിട്ട് നമ്മുടെ അക്കൗണ്ട്സ് എന്താകുക, ചിലപ്പോൾ നമ്മൾ പിന്നെ ഒരു ബില്ല് എൻട്രി ഇടാൻ വിട്ടുപോയിട്ടുണ്ടാകാം, പിന്നെ അല്ലെങ്കിൽ അവർ തന്ന ഒരു പേയ്മെന്റ് നമ്മൾ കറക്റ്റ് ആയിട്ട് എൻട്രി ഇട്ടിട്ടുണ്ടാവില്ല. ബാങ്ക് റീകൺസിലേഷൻ, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് BRS ഒന്ന് ടാലി ആക്കുക. ഇതൊക്കെ 31 മാർച്ചിന്റെ ഒരു ഒരുക്കങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാം അക്കൗണ്ടിങ് ഭാഗത്തുനിന്ന്. പിന്നെ ഇൻകം ടാക്സിന്റെ മെയിൻ ആയിട്ട് വരുന്നത് അഡ്വാൻസ് ടാക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അടക്കണം. അഡ്വാൻസ് ടാക്സ് ഇൻകം ടാക്സിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. എന്തെങ്കിലും ടാക്സ് ലാബിലിറ്റി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ ഈ പ്രൊവിഷൻ എൻട്രി ഒക്കെ ഇട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ട് എന്നുള്ളത്. ആ പ്രോഫിറ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്തെങ്കിലും ഇൻകം ടാക്സ് അടക്കാനുണ്ടെങ്കിൽ അത് പിന്നെ 31 മാർച്ചിലിടക്ക് അഡ്വാൻസ് ടാക്സ് ആയിട്ട് അടച്ചു വെക്കുവാണെങ്കിൽ ഇൻട്രസ്റ്റ് കുറഞ്ഞു കിട്ടും. TDS ആരെങ്കിലും കട്ട് ചെയ്യാനുണ്ടോ, പിന്നെ കൊടുക്കാനുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇതൊക്കെയാണ് ഇൻകം ടാക്സിന്റെ സൈഡിൽ പ്രധാനമായിട്ടും വരുന്നത്. ചേച്ചി എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കുക. ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് പിന്നെ ഇതിപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കലി ഇല്ല എങ്കിൽ പോലും ഇതൊക്കെ ഒരു നോട്ട്സ് ആക്കിയിട്ട് വെക്കുക. നമ്മൾ ഏതെങ്കിലും സ്ഥാപനത്തിലൊക്കെ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് അങ്ങനെ ESI എല്ലാം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ESI പേബിളിലേക്കൊക്കെ എൻട്രി ഇട്ട് വെക്കുക, PF പേബിളിലേക്ക് എൻട്രി ഇട്ട് വെക്കുക. എല്ലാ എക്സ്പെൻസിനെയും നമ്മൾ ചിലപ്പോഴൊക്കെ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ ഈ ഓഫീസ് എക്സ്പെൻസ്, ഇപ്പൊ ഓഫീസിലൊക്കെ ചെറിയ ചെറിയ എക്സ്പെൻസ് ഒക്കെ ഉണ്ടാകും അല്ലെ, വാട്ടറിൻ്റെത്, പിന്നെ സ്റ്റാഫ്, പിന്നെ ഓഫീസ് ക്ലീനിങ് സ്റ്റാഫിന് കൊടുക്കാനുള്ള പൈസ, ഇത് നമുക്ക് സാലറി പേബിൾ ഒന്നും ഇടാൻ പറ്റില്ല. അതിന് വേണമെങ്കിൽ ഞാനൊക്കെ ചെയ്യാറ് അക്കൗണ്ട്സിൽ ഇരിക്കുമ്പോൾ എക്സ്പെൻസ് പേയബിൾ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ലെഡ്ജർ ഉണ്ടാക്കും. എന്നിട്ട് പിന്നെ ഈ ഓരോന്നിനെയും പിന്നെ ഡെബിറ്റ് ചെയ്തിട്ട് എക്സ്പെൻസ് പേയബിളിലേക്ക് ഞാൻ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ടാലിൻ്റെ അതൊന്ന് പ്രിന്റ് ഔട്ട് എടുത്ത് പോകും. അപ്പൊ നമുക്ക് മനസ്സിലാകും ഏതൊക്കെ എക്സ്പെൻസിനാണ് ഞാൻ ഡെബിറ്റ് ചെയ്തിട്ടുള്ളത്. അത് അടുത്ത മാസം സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ആ എക്സ്പെൻസ് പേബിളിനെ ഡെബിറ്റ് ചെയ്തിട്ട് ക്യാഷ് ഓർ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ ഇതുമായിട്ട് ടാലി ആയിട്ട് പോകുന്നുണ്ടോ നോക്കും. ഇനിയിപ്പോ ചിലപ്പോൾ ഞാൻ പേബിളിൽ ഇട്ട എൻട്രി ആയിരിക്കില്ല ഒറിജിനലി വരുന്നുണ്ടാവുക. അന്നേരം ഞാൻ എന്ത് ചെയ്യും, ഈ പേബിൾ എൻട്രീനെ എഡിറ്റ് ചെയ്തിട്ട് പിന്നെ പേയ്മെന്റ് എൻട്രി, ആക്ച്വൽ എൻട്രി ആയിട്ട് ടാലി ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. ലെഡ്ജർ റീകൺസിലേഷൻ ക്ലിയർ ആയിട്ട് ചെയ്യുക. ക്രെഡിറ്റേഴ്സ്, ഡെറ്റേഴ്സ് ഇതൊക്കെ ക്ലിയർ ആയിട്ട് ചെയ്യാം. പിന്നെ ഒരിക്കലും ഇപ്പൊ 45 days MSMEന്റെ ഇതും കൂടി വന്നിട്ടുണ്ട്. ഏത് സ്ഥാപനത്തിലായാലും പൈസ കൊടുക്കാനുള്ളവർക്ക് കറക്റ്റ് ആയിട്ട് കൊടുക്കുക, പിന്നെ കിട്ടാനുള്ളത് കറക്റ്റ് ആയിട്ട് വാങ്ങുക. കാരണം അക്കൗണ്ടന്റ്മാർക്കുള്ള ഒരു മോശം സ്വഭാവമാണ് പിന്നെ ആ പേയ്മെന്റ് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളിപ്പം ഒരു ക്ലയന്റോട് പറഞ്ഞിട്ടുണ്ടാകും 30 days പേയ്മെന്റ് തരും എന്ന് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ ആ ക്ലയന്റ് 30ാമത്തെ ദിവസം വിളിക്കുമ്പോൾ ഞാനടക്കം അക്കൗണ്ട്സിൽ ഇരിക്കുമ്പോൾ നമ്മളൊക്കെ ജാട കളിക്കും. 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് വിളിക്കും, പിന്നെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് വിളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ജാട കളിക്കും. പക്ഷെ അതൊരു നല്ല സ്വഭാവമല്ല. കാരണം നമ്മളാണ് പിന്നെ ആ കമ്പനീനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് പിന്നെ 2 ദിവസം 5 ദിവസം കഴിഞ്ഞിട്ട് വിളിക്കുക, 30 ദിവസം കഴിഞ്ഞിട്ടും നമ്മൾ പിന്നെ അവരെ ഇതാക്കുവാണെങ്കിൽ, നമ്മുടെ പിന്നെ വെണ്ടറിനെ നമ്മൾ ഇങ്ങനെ വലിപ്പിക്കുവാണെങ്കിൽ അവൻ അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യും, ബില്ല് ചെയ്യുമ്പോൾ കുറച്ച് കൂട്ടുകയൊക്കെ ചെയ്യും. ചങ്ങായി പൈസ കിട്ടാൻ കുറച്ച് ടൈം എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ മാത്രമല്ല കമ്പനീന്റെ ഗുഡ് വില്ലിനെയും ബാധിക്കും. ഒരു നല്ലൊരു അക്കൗണ്ടന്റ് ആകാൻ നോക്കുക. കിട്ടാനുള്ളത് കറക്റ്റ് ആയിട്ട് വാങ്ങുകയും ചെയ്യുക, കൊടുക്കാനുള്ളത് കറക്റ്റ് ആയിട്ട് കൊടുക്കുകയും ചെയ്യുമ്പോൾ എന്താകും, കമ്പനീന്റെയും പേര് വർദ്ധിക്കും. നിങ്ങളും ഒരു അക്കൗണ്ടന്റ് എന്നുള്ള നിലയിൽ നിങ്ങളും ഒരു പ്രൊഫഷണലാകും. അങ്ങനെ GST അടക്കാനുള്ളത് കറക്റ്റ് ആയിട്ട് അടക്കുക. പിന്നെ ഇൻകം ടാക്സിന്റെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കുക. കാരണം നമ്മള് BComലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഒരു കമ്പനീനെ സിക്ക് യൂണിറ്റ് എന്ന് പറയുന്നത് ആ കമ്പനി കറക്റ്റ് ആയിട്ടുള്ള പേയ്മെന്റ് കൊടുക്കുന്നില്ല. ആ സിക്ക് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ആ കമ്പനി എന്തിലേക്കും പോകും, ക്ലോസിംഗിലേക്കും പോകും. അപ്പൊ നല്ല ഒരു അക്കൗണ്ടന്റിനെ നമ്മൾ പറയാറുണ്ട് ഡോക്ടർ ഓഫ് ദ ബിസിനസ് ആണെന്ന് പറയാം. കാരണം നിങ്ങളാണ്, പിന്നെ എന്റെ പഴയൊരു ബോസ് ഉണ്ട്, പിന്നെ പുള്ളി US ആളാണ്, വോട്ടക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന അരുൺ മെഹ്റ. നല്ലൊരു എക്സ്പേർട്ട് സാധനമാണ്. അയാൾ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഡോക്ടർ ഓഫ് ദ ബിസിനസ് ആണ്. ഒരു അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് ഡോക്ടർ ഓഫ് ദ ബിസിനസ് ആണ്. കാരണം നിങ്ങൾക്കറിയാം ഈ കമ്പനി സിക്കിലേക്കാണോ പോകുന്നത് അല്ലെങ്കിൽ മരണത്തിലേക്കാണോ പോകുന്നത് എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ഡ്യൂട്ടിയാണ് ആ കമ്പനീന്റെ ഗുഡ് വില്ല് വർദ്ധിക്കുക എന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള പേയ്മെന്റ്സ് കൊടുക്കുക. ഒരാളുടെയും പേയ്മെന്റ് നമ്മൾ വിചാരിക്കുന്നതാണ് ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ അവനെ പറ്റിക്കുവാണെന്നുള്ളത്. നമ്മൾ അവനെ പറ്റിക്കുകയല്ല ചെയ്യുന്നത്, നമ്മളുടെ കമ്പനീന്റെ ഗുഡ് വില്ലാണ്
മോശമായി പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്ന് പറയാനുള്ളത്. അപ്പോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ജയന്തേച്ചി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ Thank you, പറയാം. sir. ജയന്തേച്ചിനെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. പിന്നെ ജയന്തേച്ചി സീനിയർ പ്രാക്ടീഷണർ ആണ് എറണാകുളത്ത്. പിന്നെ നമ്മളൊരു ചേച്ചീനെ പോലെയാണ്. പിന്നെ എറണാകുളത്ത് പ്രാക്ടീസ് ചെയ്യുന്നു, തൃപ്പൂണിത്തറയിൽ. പിന്നെ എറണാകുളത്തെ ലീഡിംഗ് പ്രാക്ടീഷണർ ആണ്. ഒരുപാട് നന്ദി. താങ്ക് യു. മായ മേഡം തൃപ്പൂണിത്തറയാണ്. തൃപ്പൂണിത്തറയാണോ മായ? യെസ് മാം. ഓക്കെ, വിളിച്ചോളൂ. ശരി. തൃപ്പൂണിത്തറ എവിടെയാ മാം? തൃപ്പൂണിത്തറ വൈക്കം റോഡ്. എവിടെ? വൈക്കം റോഡ്, കണ്ണങ്ങളങ്ങര ജംഗ്ഷൻ. ഓക്കെ ഓക്കെ. ശരി. ഞാൻ ചൊവ്വാഴ്ച ഉണ്ട് കേട്ടോ ചേച്ചി, എറണാകുളത്തുണ്ട്. ഉണ്ടാ? ഓ ഗുഡ്. ഓക്കെ, 2-3 GSC പോലെ. നമ്മളെ ക്ലാസ് തിങ്കളാഴ്ച ആയിരിക്കും കേട്ടോ, ചൊവ്വാഴ്ച ഉണ്ടാവില്ല. അടുത്ത ക്ലാസ് മൺഡേ ഈവനിങ്. ഓക്കെ ഓക്കെ എന്നാൽ. ഓക്കെ, താങ്ക് യു. ഞങ്ങളെ ഓഫീസിലേക്ക് വരണം സർ. ഷുവർ ഞാൻ വരാം. ഓക്കെ, മാഡം എവിടെ ഓഫീസ്? ഞങ്ങളത് വെണ്ണല. ഓക്കെ 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 ഓക്കെ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു.